ക്ലാസ്സിൽ തേർഡ് മൊഡ്യൂൾ ആണ് സ്റ്റാർട്ട് ചെയ്തത്. തേർഡ് മൊഡ്യൂളിൽ എന്താണ് മെമ്മറി, എന്താണ് ക്യാഷെ സിസ്റ്റംസ്, കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞു. നമ്മൾ അതിനുശേഷം ക്യാഷേസ് ഡയറക്റ്റ് മാപ്ഡ് ക്യാഷെ എന്നുള്ളൊരു കൺസെപ്റ്റിലേക്ക് കിടക്കുകയായിരുന്നു. മെമ്മറി സിസ്റ്റത്തിലെ ക്യാഷെ എന്ന് പറയുന്നത് ഫസ്റ്റ് ഹയറാർക്കിയിൽ ഫസ്റ്റ് ലെവലിൽ വരുന്ന ഒരു സ്മോൾ എന്നാൽ ഫാസ്റ്റ് ആയിട്ടുള്ള ഒരു മെമ്മറി പെർഫോമൻസിന് ഹെൽപ്പ് ചെയ്യുന്ന ഒരു ടൈപ്പ് ഓഫ് മെമ്മറിയാണ്. ആ ക്യാഷയിൽ ഡയറക്റ്റ് മാപ്ഡ് ക്യാഷസ് എന്താണെന്നാണ് നമ്മൾ പറയാതിരുന്നത്. സോ ഡയറക്റ്റ് മാപ്ഡ് ക്യാഷസ് എന്ന് പറയുന്ന കൺസെപ്റ്റ് അവിടെ യൂസ് ചെയ്യുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, ഒരു ബ്ലോക്ക് അതിനകത്ത് ഓരോ സെറ്റും ഒരു ഓർഗനൈസ്ഡ് ഫോർമാറ്റിലായിരിക്കും. അതായത് മെമ്മറി അഡ്രസ്സുകളെ എങ്ങനെയാണ് ക്യാഷെ ബ്ലോക്കിലേക്ക് മാപ്പ് ചെയ്തിരിക്കുന്നത്, അല്ലെങ്കിൽ ഏതൊക്കെ മെമ്മറി ഡീറ്റെയിൽസ് ആണ് നമ്മൾ ഒരു ക്യാഷയിലേക്ക് സ്റ്റോർ ചെയ്യുന്നത്, ആ ഒരു ടൈപ്പിലുള്ള മാപ്പിംഗ് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഡയറക്റ്റ് ക്യാഷേഴ്സ് അല്ലെങ്കിൽ ഡയറക്റ്റ് മാപ്ഡ് ക്യാഷെ കൊണ്ട് പറയുന്നത്. ഫോർ എക്സാമ്പിൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാൻ പറ്റും, ഡയറക്റ്റ് മാപ്ഡ് ക്യാഷെ എന്നുള്ള കൺസെപ്റ്റ് ആണ്. ഡയറക്റ്റ് മാപ്ഡ് ക്യാഷെ എന്ന് പറഞ്ഞാൽ ഒരു ബ്ലോക്ക് ഓരോ സെറ്റിലെയും ഓരോ ബ്ലോക്കിനെയും ഓർഗനൈസ് ചെയ്ത് നമ്മൾ ആ ഡയറക്റ്റ് മാപ്പിംഗ് എന്നുള്ള കൺസെപ്റ്റ് ആണ് ഉപയോഗിക്കുന്നത്. അതായത് മെമ്മറി അഡ്രസ്സിനെ ക്യാഷെ ബ്ലോക്സിലേക്ക് മെയിൻ മെമ്മറിയിൽ എങ്ങനെയാണോ ഡീറ്റെയിൽസ് സ്റ്റോർ ചെയ്യുന്നത്, ആ മെയിൻ മെമ്മറിയിലുള്ള ഡീറ്റെയിൽസിനെ ക്യാഷേഴ്സ് ആയിട്ട് മാപ്പ് ചെയ്ത് വെക്കുകയാണ് ചെയ്യുന്നത്. സോ അങ്ങനെ മാപ്പ് ചെയ്ത് വെക്കുന്നതിലൂടെ നമുക്ക് എന്താണ്, ആ ഒരു അവൈലബിലിറ്റി, ലൈക്ക് നമുക്ക് എപ്പോഴാണോ മാപ്പിംഗ് ആ ഒരു പോസിബിലിറ്റി, ആ ഒരു ബ്ലോക്കിന് യൂസ് ചെയ്യേണ്ട പോസിബിലിറ്റി വരുന്നത്, സോ നമുക്ക് ഏത് ക്യാഷയിൽ പോയി നോക്കിയാലാണ് ആ ഒരു മെയിൻ മെമ്മറിയിലേക്കുള്ള അവൈലബിലിറ്റി അല്ലെങ്കിൽ ആ ഒരു സ്പേസ് അവൈലബിൾ ആകുക എന്നുള്ളൊരു കൺസെപ്റ്റ് നമ്മളിവിടെ മാപ്പ് ചെയ്ത് വെക്കുന്നു. അത് നമുക്ക് കുറച്ചുകൂടെ എളുപ്പമാക്കുന്നു, പ്രോസസ്സുകൾ എളുപ്പമാക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഡയറക്റ്റ് മാപ്ഡ് ക്യാഷെ എന്നുള്ള കൺസെപ്റ്റ് പറയുന്നത്. ഫോർ എക്സാമ്പിൾ ഇപ്പൊ ഇവിടെ തന്നിരിക്കുന്നത് ഒരു ക്യാഷെയും തന്നിട്ടുണ്ട്, ഒരു മെയിൻ മെമ്മറി കൺസെപ്റ്റ് തന്നിട്ടുണ്ട്. ക്യാഷയില് 2�3 വേർഡ് ക്യാഷെയാണ്. അതായത് 2�3 എന്ന് പറയുമ്പോൾ എത്രയാ, 8. 000 മുതൽ 111 വരെയുള്ള 8 സെറ്റുകളുടെ ഒരു ക്യാഷെയാണ് ഇവിടെ തന്നിരിക്കുന്നത്. ഈ 8 സെറ്റുകളില് ഓരോ ക്യാഷേഴ്സും ഈ മെയിൻ മെമ്മറിയിൽ എങ്ങനെയാണ് മാപ്പ് ചെയ്തിരിക്കുന്നത്. മെയിൻ മെമ്മറി എന്ന് പറഞ്ഞാൽ എന്താണ്, 2�30 വേർഡ്സ് ഈ മെയിൻ മെമ്മറിയിലുണ്ട്. 2�30 വേർഡ്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഏറ്റവും ബേസ് അഡ്രസ് മുതൽ നോക്കുക. ഏറ്റവും ബേസ് അഡ്രസ് എന്ന് പറയുന്നത് 0000 ആയിരിക്കും. അത് മുതൽ മുകളിലേക്ക് 000100 ആ ഒരു കൺസെപ്റ്റില് മുകളിലേക്ക് വന്ന് ലാസ്റ്റ് എത്രയിലാണ്, 1111 എന്ന് പറയുന്ന ഒരു അഡ്രസ്സിന് 2�30 അധികം വേർഡ്സ് ഉള്ള ഒരു മെയിൻ മെമ്മറിനെ എങ്ങനെയാണ് 2�3 എന്ന് പറയുന്ന ഒരു വേർഡ് ക്യാഷയിലേക്ക് മാപ്പ് ചെയ്ത് വെക്കുന്നത്. നമുക്കിവിടെ അഡ്രസ്സുകൾ തന്നിട്ടുണ്ട്. ഈ അഡ്രസ്സുകളും നമ്മൾ യൂസ് ചെയ്യുന്ന ഈ ക്യാഷയുടെ അഡ്രസ്സും തമ്മിൽ ചെറിയൊരു ഒരു റിലേഷൻഷിപ്പ് ഉണ്ട്. ഫോർ എക്സാമ്പിൾ ഇവിടെ നമുക്ക് ആ ഒരു ആ ഒരു ഫിഗറിൽ തന്നിരിക്കുന്ന, ആ ഒരു ഡോട്ടർ ഫിഗറിൽ തന്നിരിക്കുന്ന ആ ഒരു കൺസെപ്റ്റിലേക്ക് 3 ആരോ മാർക്കുകൾ വന്നിട്ടുണ്ട്. ആ 3 ആരോ മാർക്കുകളും നമ്മുടെ ആ ഒരു വേർഡ് ക്യാഷെ എന്ന് പറയുന്ന കൺസെപ്റ്റില് അല്ലെങ്കിൽ സെറ്റ് 1 എന്ന് പറയുന്ന 001 എന്ന് പറയുന്ന മാപ്പിംഗ് 001, അത് ഈ അഡ്രസ് മെയിൻ മെമ്മറിയുടെ അഡ്രസ്സില് ഈ ലാസ്റ്റ് 2 ലീസ്റ്റ് സിഗ്നിഫിക്കന്റ് ബിറ്റ്സ് ആയിട്ടുള്ള 2 ഡിജിറ്റ്സ് നമ്മൾ കൺസിഡർ ചെയ്യില്ല. അത് എപ്പോഴും 0 ആയിരിക്കും വരുന്നത്. അതെന്താ നമ്മൾ പിന്നീട് പറയും. അതിന് മുന്നേ ആ ലീസ്റ്റ് സിഗ്നിഫിക്കന്റ് ബിറ്റ്സ് 2 വിട്ടിട്ട് അതിന് മുന്നേ വരുന്ന 001 കോമ്പിനേഷൻ വരുന്ന എല്ലാം അഡ്രസ്സിൽ 001 കോമ്പിനേഷൻ വരുന്ന എല്ലാം ഒരു ബ്ലൂ കളറിലുള്ള ഡോട്ടഡ് ഫിഗറിൽ കൊടുത്തിട്ടുണ്ട്. അതിനെ എല്ലാത്തിനെയും കൂടിയാണ് നമ്മൾ എന്ത് ചെയ്തിരിക്കുന്നത്, സെറ്റ് 1 എന്ന് പറയുന്ന നമ്മുടെ ക്യാഷയിലേക്ക് മാപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ടാവുക. സോ ആ ഒരു മാപ്പിംഗ് എന്താണോ ഇവിടെ സെറ്റ് 1ന് വാല്യൂസ് വരുന്നത്, ആ വാല്യൂസിനെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ട് ഏതൊക്കെ അഡ്രസ്സുകളാണോ ഇവിടെ വരുന്നത്. ഫോർ എക്സാമ്പിൾ ഇവിടെ വന്നിരിക്കുന്നത് 001, ഈ ബ്ലൂ കളറിൽ കൊടുത്തിരിക്കുന്നത് നോക്കിയാൽ മതി. സോറി, ബ്ലൂ അല്ല, ബ്ലാക്ക് കളറിലാണ് 001 എന്ന് പറയുന്നതും. പിന്നീട് അടുത്ത 0011 വരുന്നത് ഏതാ നോക്കുക. അതിങ്ങനെ നോക്കുമ്പോൾ ഇവിടെ വരും ഈ ഒരു മെമ്മറി ഓഫ് 0x0024 എന്ന് പറയുന്ന ബിറ്റ്. ഈ 24 എന്ന് പറയുന്ന മെയിൻ മെമ്മറിയിലെ അഡ്രസ് എടുക്കുമ്പോഴും അവിടെയും 001 ലാസ്റ്റ് 2 ഡിജിറ്റ്സ് നോക്കണ്ട, അത് ലീസ്റ്റ് സിഗ്നിഫിക്കന്റ് ബിറ്റ്സ് നമ്മൾ ഓഫ്സെറ്റ് അങ്ങനെ കാര്യങ്ങൾക്ക് വിട്ടിരുന്നതാണ്. അതിന് മുന്നേ വരുന്ന അഡ്രസ്സിൽ 3 ഡിജിറ്റ്സ് നോക്കുന്നു, അല്ലെങ്കിൽ ആ സ്ഥാനം നോക്കിയിട്ട് അവിടെ 001 ആണ് വന്നതെങ്കിൽ അതിന് നമ്മൾ കൂടെ ചെയ്യുന്നു, നമ്മുടെ ക്യാഷയില് 001 എന്ന് പറയുന്ന സെറ്റിലേക്ക് മാപ്പ് ചെയ്യുന്നു. സോ അതൊരു ഡയറക്റ്റ് മാപ്പിംഗ് ആണ്. നെക്സ്റ്റ് 001 എന്ന് പറയുന്ന കൺസെപ്റ്റ് എവിടെ വരുന്നത് നോക്കുന്നു. അങ്ങനെ പോയി വരുമ്പോൾ നമുക്ക് E4 എന്ന് പറയുന്ന ഈ ഒരു മെമ്മറി അഡ്രസ്സിൽ ആ ഒരു കൺസെപ്റ്റ് വരും, 001 എന്ന് പറയുന്നത്. അതിനെ നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മുടെ സെറ്റ് 1ലേക്ക് മാപ്പ് ചെയ്ത് വെക്കുന്നു. സോ 2�3 വേർഡ് ക്യാഷെ എന്നുള്ള കൺസെപ്റ്റ് ആണ് ഇവിടെ എടുത്തിരിക്കുന്നത്. 2�3 വേർഡ് എന്ന് പറഞ്ഞാൽ 8 സെറ്റുകൾ എന്നുള്ള ഒരു കൺസെപ്റ്റ് ആണ്. 8 സെറ്റുകൾക്ക് സെറ്റ് 0 മുതൽ സെറ്റ് 7 വരെ എന്നാണ് പറയുന്നത്. ആ 0th സെറ്റ് എന്ന് പറയുന്നത് 000 അഡ്രസ് നോക്കിയിട്ടായിരിക്കും മാപ്പ് ചെയ്യുക. സെറ്റ് 1 എന്ന് പറയുന്നത് 001 നോക്കിയിട്ടായിരിക്കും മാപ്പ് ചെയ്യുക. സെറ്റ് 2 എന്ന് പറയുന്നത് 010 നോക്കി മാപ്പ് ചെയ്യുന്നു. അങ്ങനെ
ആ ഒരു കൺസെപ്റ്റ് ആണ് അവിടെ ഫീൽ ചെയ്യുന്നത്. ഈ ഒരു ഡയറക്റ്റ് മാപ്പിംഗ്, അതായത് അഡ്രസ്സും ഓഫ് ദ മെയിൻ മെമ്മറിയുടെ ലാസ്റ്റ് 2 ഡിജിറ്റ്സിന് വിട്ടുകൊണ്ട് ബാക്കി ലീസ്റ്റ് സിഗ്നിഫിക്കന്റ് ആയിട്ടുള്ള ലാസ്റ്റ് 2 ഡിജിറ്റുകൾ വിട്ടുകൊണ്ട് ബാക്കിയുള്ള അഡ്രസ്സിന്റെ ലൊക്കേഷൻ വെച്ചുകൊണ്ട് അല്ലെങ്കിൽ ആ അഡ്രസ്സിന്റെ ഒരു ബൈനറി കാൽക്കുലേഷൻ വെച്ചുകൊണ്ട് അതിനെ മാപ്പ് ചെയ്യുന്ന രീതിക്ക് ഡയറക്റ്റ് എന്നുള്ള രീതിക്ക് നമ്മൾ എന്ത് ചെയ്തിരിക്കുകയാണ്, മാപ്പിംഗ് നടത്തി വെച്ചിരിക്കുകയാണ്. ഇതുകൊണ്ടുള്ള ബെനിഫിറ്റ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്താണ്, ആ ഒരു മെനി അഡ്രസ്സസ് മാപ്സ് ഒരു സിംഗിൾ സെറ്റ് ആയതുകൊണ്ട് തന്നെ ക്യാഷ് എന്ത് ചെയ്യുന്നു, ആ അഡ്രസ്സിന്റെ ആക്ച്വൽ ഡേറ്റയെ ഏത് സെറ്റിലാണ് ബിലോങ് ചെയ്യുന്നുള്ളൊരു അഡ്രസ് കീപ്പ് ചെയ്യുന്നു. ഈ ലീസ്റ്റ് സിഗ്നിഫിക്കന്റ് ഓഫ് ദ ബിറ്റ് അഡ്രസ് എന്ന് പറയുന്നത് എന്ത് ഡേറ്റയാണ് ഹോൾഡ് ചെയ്യേണ്ടത്. ബാക്കിയുള്ള മോസ്റ്റ് സിഗ്നിഫിക്കന്റ് ബിറ്റ് എന്ന് പറയുന്നത് ടാഗ് എന്ന് വിളിക്കുന്നു. ലീസ്റ്റ് സിഗ്നിഫിക്കന്റ് ബിറ്റ് ഓഫ് ദ അഡ്രസ്, നമ്മൾ അഡ്രസ്സിന്റെ ലീസ്റ്റ് സിഗ്നിഫിക്കന്റ് ബിറ്റിനെ LSBs വിളിക്കുന്നത് എന്ത് ഡേറ്റയാണ് ഹോൾഡ് ചെയ്യേണ്ടത്, എന്ത് ഡേറ്റയാണ് അതിനകത്ത് ഹോൾഡ് ചെയ്യുന്നൊരു നമുക്ക് സ്പെസിഫൈ ചെയ്യുന്നു. ബാക്കിയുള്ള മോസ്റ്റ് സിഗ്നിഫിക്കന്റ് ബിറ്റ്സിനെ എല്ലാം നമ്മൾ വിളിക്കുന്നത് ടാഗ് എന്നുള്ളതാണ്. ഈ ടാഗ് എന്തിനാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ അതിനകത്ത് ഏതൊക്കെ പോസിബിൾ അഡ്രസ്സുകളെ ഹോൾഡ് ചെയ്യാൻ പറ്റും, ആ ഒരു പർട്ടിക്കുലർ സെറ്റ് ക്യാഷ് മാപ്പിങ്ങിന് ഏതൊക്കെ അഡ്രസ്സുകളാണ് ഹോൾഡ് ചെയ്യാൻ പറ്റുന്നത്, ആ ഒരു കൺസെപ്റ്റ് ആണ് അവിടെ പറയുന്നത്. ഇവിടെ നമ്മളിപ്പോ പറഞ്ഞ എക്സാമ്പിളില് ഡയറക്റ്റ് മാപ്ഡ് ക്യാഷ് അല്ലെങ്കിൽ ഡയറക്റ്റ് മാപ്ഡ് ക്യാഷ് എന്ന് പറഞ്ഞിരിക്കുന്ന ഈ പറഞ്ഞിരിക്കുന്ന എക്സാമ്പിളിനകത്ത് നമ്മൾ ലീസ്റ്റ് സിഗ്നിഫിക്കന്റ് ആയിട്ടുള്ള 2 ബിറ്റുകള് 00 ആയിരിക്കും, അത് നോക്കണ്ട എന്ന് നമ്മൾ ഓൾറെഡി പറഞ്ഞു. ആ 2 ബിറ്റുകളെയാണ് ബൈറ്റ് ഓഫ്സെറ്റുകൾ എന്ന് വിളിക്കുന്നത്. ബൈറ്റ് ഓഫ്സെറ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ആ വേർഡിലെ ഏതൊക്കെ ബൈറ്റുകളെയാണ് നമ്മൾ എന്ത് ചെയ്തിരിക്കുന്നത്, ഒരു ഡേറ്റ ഹോൾഡ് ചെയ്യാൻ വേണ്ടി ഉദ്ദേശിക്കുന്നത്, ആ ഒരു കൺസെപ്റ്റ് ആണ് ഇവിടെ പറയുന്നത്. സോ ആ 32 ബിറ്റ് അഡ്രസ്സിലെ ലാസ്റ്റ് 2 ഡിജിറ്റുകളെ അല്ലെങ്കിൽ ലാസ്റ്റ് 2 ബിറ്റുകളെ അതെന്താണ്, ലീസ്റ്റ് സിഗ്നിഫിക്കന്റ് ബിറ്റുകളാണ്. അതിനെ നമ്മൾ ബൈറ്റ് ഓഫ്സെറ്റുകൾ എന്ന് വിളിക്കുന്നു. ബിക്കോസ് ദേ ഇൻഡിക്കേറ്റ് ദ ബൈറ്റ് വിത്തിൻ ദ വേർഡ്. ആ വേർഡ് ബൈറ്റിനുള്ളിൽ തന്നെ വേർഡ് ഏതാണ് വേർഡ് എന്നുള്ള ഒരു വേർഡ് എന്ന് വെച്ചാൽ എന്താണ്, നമ്മൾ എന്ത് ഡേറ്റയെ എത്ര ലെങ്ത്തുള്ള ഡേറ്റയാണ് റീഡ് ചെയ്യുന്നതാണ് വേർഡ് എന്ന് പറയുന്ന കൺസെപ്റ്റിൽ വരുന്നത്. സോ ആ ഡേറ്റ ഹോൾഡ് ചെയ്തിരിക്കുന്ന അല്ലെങ്കിൽ ആ ഒരു വേർഡ് ഏതാണ് എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ലാസ്റ്റ് 2 സിഗ്നിഫിക്കന്റ് ബിറ്റുകൾ, ലീസ്റ്റ് സിഗ്നിഫിക്കന്റ് ബിറ്റുകൾ ഉപയോഗിക്കുന്നത്. ബാക്കിയുള്ള 3 ബിറ്റുകളെ നമ്മൾ സെറ്റ് ബിറ്റുകൾ എന്ന് വിളിക്കുന്നു. ബിക്കോസ് അത് ഏത് ക്യാഷ് സെറ്റിലേക്കാണ് മാപ്പ് ചെയ്യേണ്ടത്, മെയിൻ മെമ്മറിയിലുള്ള ആ ഡീറ്റെയിൽസിനെ ഏത് ക്യാഷ് സെറ്റിലേക്കാണ് മാപ്പ് ചെയ്യേണ്ടത് എന്നറിയാൻ വേണ്ടിയിട്ട് നമ്മൾ ആ ഒരു 3 ബിറ്റുകളെയാണ് ഉദ്ദേശിച്ചത്. കാരണം ആ 3 ബിറ്റുകൾ വെച്ചാണ് നമ്മൾ എന്തിരിക്കുന്നത്, ക്യാഷിനെ മാപ്പ് ചെയ്തിരിക്കുന്നത്. സോ ആ ക്യാഷിന് ഇപ്പൊ നമ്മൾ പറഞ്ഞു 001 എന്ന് പറയുന്ന കൺസെപ്റ്റ്, ആ 001 എന്ന് പറയുന്ന ലൊക്കേഷൻ എവിടെയൊക്കെ വരുന്നോ ആ മെയിൻ മെമ്മറിയിൽ, ആ ഒരു 230 വേർഡ് മെയിൻ മെമ്മറിയിൽ 001 എന്ന് പറയുന്ന 3 ബിറ്റുകൾ മാപ്പ് ചെയ്തുകൊണ്ടാണ് നമ്മൾ ആ ഒരു ക്യാഷിലേക്ക് മാപ്പ് ചെയ്തിരിക്കുന്നത്. ആ മെയിൻ മെമ്മറിയിൽ 001 ലൊക്കേഷൻ വരുന്ന ഏതൊക്കെ മെമ്മറി ലൊക്കേഷൻസ് ഉണ്ടെന്ന് കണ്ടുപിടിക്കുന്നു. ആ ലൊക്കേഷൻസിനെ ഈ സെറ്റ് 1 എന്ന് പറയുന്ന മെമ്മറിയിലേക്ക് മാപ്പ് ചെയ്ത് വെച്ചിരിക്കുന്നു. സോ അത് മാപ്പിങ്ങിന് വേണ്ടി ഉപയോഗിക്കുന്ന 3 ബിറ്റുകളെ നമ്മൾ എന്ത് വിളിക്കുന്നത്, സെറ്റ് ബിറ്റുകൾ എന്ന് വിളിക്കുന്നത്. സെറ്റ് ബിറ്റുകൾ എന്ന് വിളിക്കുന്നത് ഇതുകൊണ്ടാണ്. ഈ 3 ബിറ്റ്സ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് ദ സെറ്റ് വിച്ച് ദ അഡ്രസ് മാപ്സ്, ആ അഡ്രസ് ഏത് ക്യാഷ് സെറ്റിലേക്കാണ് മാപ്പ് ചെയ്യുന്നത് അല്ലെങ്കിൽ ഏത് ക്യാഷിലേക്കാണ് ബിലോങ് ചെയ്തിരിക്കുന്നത്, ആ ഒരു കൺസെപ്റ്റിന് വേണ്ടിയിട്ടാണ് ഇവിടെ പറയുന്നത്. ബാക്കി വരുന്ന 27 ബിറ്റ് ടാഗ് ബിറ്റ്സ് എന്താണ്, അഡ്രസ് ഓഫ് ദ എന്താണ് മെയിൻ മെമ്മറി അഡ്രസ് ഓഫ് ദ ഡേറ്റ സ്റ്റോർഡ് ഇൻ ദ ഗിവൻ ക്യാഷ് സെറ്റ് ആണ്. അതിന്റെ മെയിൻ മെമ്മറി അഡ്രസ്സിനെയാണ് ഉദ്ദേശിക്കുന്നത്. സോ നമ്മളിവിടെ മെമ്മറി അഡ്രസ് 32 ബിറ്റ് ആണ്. ആ 32 ബിറ്റില് 2 ബിറ്റുകൾ അല്ലെങ്കിൽ 2 ബൈറ്റുകൾ എന്ന് പറയുന്നത് ബൈറ്റ് ഓഫ്സെറ്റുകളാണ്. പിന്നെ വരുന്ന 3 എന്ന് പറയുന്നത് എന്താണ്, സെറ്റ് ബിറ്റുകളാണ്. ദെൻ ബാക്കി വരുന്ന 27 എന്ന് പറയുന്നത് 27 3 30 32 32. സോ ആദ്യത്തെ 2 00 എന്ന് പറയുന്നത് അതിന്റെ വേർഡ് ലെങ്ത് ആണ്, അല്ലെങ്കിൽ ആ ഒരു വേർഡിനെ സൂചിപ്പിക്കാൻ വേണ്ടി എന്ത് ഡേറ്റയാണ് അത് ഹോൾഡ് ചെയ്യുന്നത് അതിനെ സൂചിപ്പിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ്. ലീസ്റ്റ് സിഗ്നിഫിക്കന്റ് ബിറ്റുകളായിട്ട് വരുന്ന ലാസ്റ്റ് 2 00 എന്ന് പറയുന്നത്. ബാക്കിയുള്ള 30 എണ്ണത്തില് 3 നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്, സെറ്റ് ബിറ്റ്സ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഈ അഡ്രസ്സില് ആ ഒരു ഏത് സെറ്റ് ക്യാഷിലേക്കാണ് അത് ബിലോങ് ചെയ്തിരിക്കുന്നത് അല്ലെങ്കിൽ ഏതൊരു സെറ്റിലേക്കാണ് അത് മാപ്പ് ചെയ്തിരിക്കുന്നത്, ആ ഒരു കൺസെപ്റ്റ് പറയാൻ വേണ്ടി ഉപയോഗിക്കുന്ന 3 ബിറ്റുകളാണ് സെറ്റ് ബിറ്റ്സുകൾ എന്ന് പറയുന്നത്. ബാക്കി 27 ബിറ്റ്സ് എന്ന് പറയുന്നത് നമ്മുടെ അതിന്റെ അഡ്രസ്, എന്ത് തരത്തിലുള്ള ഡേറ്റ സ്റ്റോർ ചെയ്തിരിക്കുന്നു ആ ഒരു പർട്ടിക്കുലർ അഡ്രസ്സിലെ ലൊക്കേഷൻ സ്റ്റോർ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ്. ഇത്രയും കാര്യങ്ങളാണ് ആ ഒരു ക്യാഷ് ഫീൽഡ് എന്ന് പറയുന്ന ഇതിനകത്ത് വരുന്നത്. ഇനി നമുക്ക് ഡയറക്റ്റ് മാപ്ഡ് ക്യാഷിൽ ഒരു ഫിഗർ കൂടി പഠിച്ചു വെക്കാനുണ്ട്. അതെന്താണ് ഈ ഒരു ഫിഗർ എന്ന് പറയുന്നത്, ആക്ച്വലി ഈ ഒരു കൺസെപ്റ്റ് എന്ന് പറയുന്നത് എന്താണ് ഡയറക്റ്റ് മാപ്ഡ് ക്യാഷ് എന്ന് ഉദ്ദേശിക്കുന്നത്, ആ ഒരു കൺസെപ്റ്റ് പറയാൻ വേണ്ടിയിട്ടാണ്. സോ നമ്മളിവിടെ ആ ഒരു ക്യാഷയുടെ വേർഡ് ക്യാഷിയും വരയ്ക്കണം, അതുപോലെ തന്നെ മെയിൻ മെമ്മറിയും വരയ്ക്കണം, അതിന്റെ അഡ്രസ്സ് എഴുതി വെക്കണം. ആ അഡ്രസ്സിനെ നോക്കിക്കൊണ്ട് വേണം ഈ ക്യാഷിലേക്ക് മാപ്പ് ചെയ്ത് കൊടുക്കാൻ. അതാണ് ഡയറക്റ്റ് മാപ്ഡ് ക്യാഷ് എന്ന് പറയുന്ന കൺസെപ്റ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്.
ഇനി ഡയറക്റ്റ് മാപ്ഡ് ക്യാഷിയുടെ ഹാർഡ്വെയർ കൺസെപ്റ്റ് ഇവിടെ തന്നിട്ടുണ്ട്. ഇതെന്താണ്? ഹാർഡ്വെയർ ഫോർ ദ ഡയറക്റ്റ് മാപ്ഡ് ക്യാഷ് ആണ്. ക്യാഷ് കൺസ്ട്രക്ട് ചെയ്തിരിക്കുന്നത് 8 എൻട്രി SRM വെച്ചാണ്. SRM എന്ന് വെച്ചാൽ എന്താ? സ്റ്റാറ്റിക് റാം കൊണ്ടാണ്. ഓരോ എൻട്രിയിലും അല്ലെങ്കിൽ ഓരോ സെറ്റിലും എന്താണ്? ഓരോ ലൈൻ ഉണ്ടായിരിക്കും, അതിനകത്ത് 32 ബിറ്റ്സ് ഓഫ് ഡേറ്റ ഉണ്ടായിരിക്കും. ഓരോ എൻട്രിയിലും അല്ലെങ്കിൽ ഓരോ ഇതിനകത്തും എന്തായിരിക്കും? 32 ബിറ്റ് ഡേറ്റ വരുന്ന ഓരോ എൻട്രീസ് ഉണ്ട്. ആ 32 ബിറ്റ് ഡേറ്റയില് 27 ബിറ്റ് എന്തായിരിക്കും? ടാഗ് എന്നാണ് അറിയപ്പെടുന്നത്. ഒരു വാലിഡ് ബിറ്റ് ഉണ്ടായിരിക്കും. ഇനി ഈ ക്യാഷ് എന്ന് പറയുന്നത് 32 ബിറ്റ് അഡ്രസ് വെച്ചാണ് ആക്സസ് ചെയ്യുന്നത് നമ്മൾ പറയുന്നു. അതിനകത്ത് 2 ലീസ്റ്റ് സിഗ്നിഫിക്കന്റ് ബിറ്റ്സ് ആണ് അതിന്റെ ബൈറ്റ് ഓഫ്സെറ്റ് നമ്മൾ ഓൾറെഡി പറഞ്ഞു. അത് വേർഡ് ആക്സസിന് വേണ്ടിയിട്ടാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. നെക്സ്റ്റ് 3 ബിറ്റ്സ് എന്തായിരുന്നു? സെറ്റ് ബിറ്റ്സ് ആണ്. അത് സ്പെസിഫൈ ചെയ്യുന്നു ഏത് ക്യാഷിലേക്കാണ് ഇത് ബിലോങ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഏത് ക്യാഷിലേക്കാണ് ഇതിന്റെ എൻട്രി പോകുന്നത്. ഇനി ഇപ്പൊ ഒരു ലോഡ് ഇൻസ്ട്രക്ഷൻ ആണ് നമ്മൾ കൊടുക്കുന്നത് എങ്കിൽ, ഒരു ലോഡ് ഇൻസ്ട്രക്ഷൻ ആണ് നമ്മൾ റീഡ് ചെയ്യുന്നത് എങ്കിൽ, ആ സ്പെസിഫൈഡ് എൻട്രി ഏത് ക്യാഷിൽ നിന്നാണ് സ്പെസിഫൈഡ് എൻട്രി വരുന്നതെന്നോ ചെക്ക് ചെയ്യുന്നു. അതിനുശേഷം എന്ത് ചെയ്യുന്നു? ആ ടാഗിനെ വാലിഡ് ആക്കി മാറ്റുന്നു. ടാഗ് നമ്മുടെ ഏതെങ്കിലും ഒരു മോസ്റ്റ് സിഗ്നിഫിക്കന്റ് 27 ബിറ്റുമായിട്ട് മാച്ച് ചെയ്യുന്നുണ്ടെങ്കിൽ ആ റിക്വസ്റ്റ് ചെയ്യുന്ന അഡ്രസ് നമ്മൾ വാലിഡ് ബിറ്റിനകത്ത് 1 ആക്കി കൊടുക്കുന്നു. സോ ആ ക്യാഷ് ഒരു ഹിറ്റ് ആയിരിക്കും. ഹിറ്റ് ആണെങ്കിൽ എന്ത് ചെയ്യുന്നു? ആ ഡേറ്റനെ പ്രോസസറിലേക്ക് റിട്ടേൺ ചെയ്യുന്നു. അതല്ല എങ്കിൽ ക്യാഷിൽ അത് മിസ്സായിരിക്കും. അതായത് ആ വാലിഡ് ബിറ്റ് എന്ന് പറഞ്ഞ ബിറ്റിൽ 1 ആയില്ല എങ്കിൽ അത് മിസ്സായിരിക്കും. മിസ്സായിരുന്നു ഉദ്ദേശിക്കുന്നത് എന്താണ്? ആ ഡേറ്റ ആ ഒരു മെമ്മറി സിസ്റ്റത്തിൽ നിന്ന് ക്യാഷിൽ നിന്ന് അവൈലബിൾ ആക്കാൻ പറ്റിയിട്ടില്ല. സോ അത് എവിടെ പോയി ഫിച്ച് ചെയ്യണം? മെയിൻ മെമ്മറിയിൽ പോയി തന്നെ ഫെച്ച് ചെയ്യേണ്ട സിറ്റുവേഷൻ ആണ്. ഒന്നുകൂടെ പറയാം, നമ്മളിവിടെ ഒരു ഹാർഡ്വെയർ കൺസെപ്റ്റ് ആണ് പറഞ്ഞിരിക്കുന്നത്. ഹാർഡ്വെയർ കൺസെപ്റ്റിൽ ഒന്നുമില്ല. നമ്മൾ ആദ്യം ആ ഒരു മെമ്മറി അഡ്രസ്, ആ ഒരു കൺസെപ്റ്റ് വന്നിട്ടുണ്ട്. അതായത് ഇപ്പൊ ഫോർ എക്സാമ്പിൾ 0 മുതൽ 7 വരെയുള്ള ക്യാഷ് ഉണ്ട്. ആ ക്യാഷിയുടെയാണ് ഇവിടെ ഒരു വാലിഡ് ബിറ്റ് എന്ന് പറഞ്ഞ V എന്ന് പറഞ്ഞൊരു കോളം കാണിച്ചിരിക്കുന്നത്. പിന്നെ ഒരു ടാഗ് ബിറ്റ് ഉണ്ട്, പിന്നെ ഒരു ഡേറ്റ ബിറ്റുകളുണ്ട്. സോ ഡേറ്റ കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? ഈ ടാഗ് ഓക്കെ ആവുകയാണെങ്കിൽ, അതായത് നമ്മളിപ്പോ ഒരു അഡ്രസ് വന്നു, ഇവരുടെ മെമ്മറി അഡ്രസ് എന്ന് പറഞ്ഞൊരു തന്നിട്ടുണ്ട് ഏറ്റവും ടോപ്പിലായിട്ട്. ഈ മെമ്മറി അഡ്രസ്സിൽ 27 ബിറ്റ് എന്താണ്? ടാഗ് ബിറ്റ് ആണ്. 27 ബിറ്റ് എന്ന് പറഞ്ഞാൽ മോസ്റ്റ് സിഗ്നിഫിക്കന്റ് ബിറ്റുകൾ. ഇനി സെറ്റ് 3 എന്ന് പറഞ്ഞു തന്നിട്ടുണ്ട്. അതെന്താണ്? സെറ്റ് ബിറ്റുകളാണ്. സെറ്റ് ബിറ്റുകൾ എന്ന് ഉദ്ദേശിച്ചത് എന്താണ്? ആ സെറ്റ് ബിറ്റുകൾ നോക്കിയിട്ടാണ് ഇതിൽ ഏത് ക്യാഷ് സെറ്റിൽ നിന്നാണ് നമ്മൾ റീഡ് ചെയ്യേണ്ടത്. 0 മുതൽ സെറ്റ് 7 വരെയുള്ള ക്യാഷ് തന്നിട്ടുണ്ട്. ആ ക്യാഷിയുടെ ഏത് സെറ്റിൽ നിന്നൊക്കെയാണ് ഇത് മാച്ച് ആവുന്നത് അത് ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ 3 ബിറ്റ് തന്നിരിക്കുന്നത്. സോ ഈ 3 ബിറ്റ് ഇവിടെ ഒരു പോയിന്റർ കാണിച്ചിട്ടുണ്ട്. ആ പോയിന്ററുമായിട്ട് ഇത് മാച്ച് ആവുന്നു. സെറ്റ് 2ലേക്കുള്ള ഒരു സെറ്റാണ് നമുക്ക് തന്നിരിക്കുന്നതെന്ന് മനസ്സിലാക്കാം. ഇനി ബൈറ്റ് ഓഫ് സെറ്റ് എന്ന് വെച്ചാൽ എന്താണ്? 00 ആണ്. അതൊരു വേർഡ് ആണ്. നമ്മളൊരു ഡേറ്റനെ ആക്സസ് ചെയ്യുന്ന ഒരു കൺസെപ്റ്റ് ആണ്. ഇനി നമ്മൾ ആദ്യം ഇവിടെ ചെയ്യുന്ന കാര്യം എന്ന് പറയുന്നത്, ഈ ടാഗിലുള്ള 27 ബിറ്റുകളെ നമ്മൾ എന്ത് ചെയ്യുന്നു? ഈ ടാഗിലുള്ള 27 ബിറ്റുകളെ ഈ നമ്മള് മാപ്പ് ചെയ്ത സെറ്റ് ബിറ്റിൽ മാപ്പ് ചെയ്ത സെറ്റ് 2 എന്ന് പറഞ്ഞ് പോയിന്റർ ചെയ്തിരിക്കുന്ന ഈ സെറ്റ് 2ലുള്ള ടാഗുമായിട്ടും ഈക്വൽ ആണോ എന്ന് നോക്കുന്നു. അതാണ് ഇവിടെ ഒരു ഈക്വൽ ടു സിമ്പിൾ തന്നിരിക്കുന്നത്. സോ ഈക്വൽ ആണ് എങ്കിൽ അതൊരു കണ്ടീഷൻ ചെക്ക് ചെയ്യുന്നതാണ്. ആ കണ്ടീഷൻ ചെക്ക് ചെയ്യുന്ന ഓക്കെ ആണെങ്കിൽ എന്ത് ചെയ്യുന്നു? അവിടെ ഒരു ഹിറ്റ് നടക്കുന്നു. അതെങ്ങനെ നമ്മൾ ഐഡന്റിഫൈ ചെയ്യും ഹിറ്റ് നടന്നു എന്ന്? കാരണം ഇത് ഈക്വൽ ആയിട്ട് നമ്മൾ പുറത്തേക്ക് വിടുക്കുമ്പോൾ ഇവിടെ വാലിഡ് ബിറ്റ് എന്ന് പറയുന്ന ഈ V എന്ന് പറയുന്ന കോളത്തില് 1 വന്നിട്ടുണ്ടാണ്. ഈ 1 വരുവാണെങ്കിൽ എന്താണ് ചെയ്യുന്നത്? ആ ഒരു ക്യാഷില് ഈ നമ്മൾ അന്വേഷിക്കുന്ന മെമ്മറി അഡ്രസ് ഉണ്ടെന്ന് ഉറപ്പുവരുത്തുന്നത്. ഈ വാലിഡ് ബിറ്റ് അഥവാ V എന്ന് പറയുന്ന കോളം അല്ലെങ്കിൽ ആ ഒരു സെല്ല് 1 ആയി കഴിഞ്ഞാൽ നമ്മൾ ടാഗ് ഇവിടെ കമ്പയർ ചെയ്യുന്ന ടാഗ്, ഈ ടാഗുകൾ തമ്മിൽ കമ്പയർ ചെയ്യുമ്പോൾ ആ 27 ബിറ്റ്സ് തമ്മിൽ ഓക്കെയാണ്, ഈ സെറ്റിൽ നമുക്ക് കിട്ടിയത് ഓക്കെയാണ് എങ്കിൽ ഇവിടെ വാലിഡ് ബിറ്റ് എന്ന് പറയുന്ന V എന്ന് പറയുന്ന കോളം 1 ആയി മാറും. V എന്ന് പറയുന്ന കോളം 1 ആണെങ്കിൽ അതിന്റെ മീനിങ് എന്താണ്? നമ്മൾ ഉദ്ദേശിക്കുന്ന ഡേറ്റ ആ ക്യാഷിൽ നിന്ന് നമുക്ക് റീഡ് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ ആ ഒരു മെമ്മറി അഡ്രസ് അവിടെ അവൈലബിൾ ആണ്. സോ ആ ക്യാഷ് അവിടെ എന്തായി മാറുന്നു? ഒരു ഹിറ്റായി മാറുന്നു. ഹിറ്റ് എന്ന് വെച്ചാൽ നമ്മൾ എന്താണ്? നമ്മളൊരു ഡേറ്റ നോക്കുന്ന സമയത്ത് ആ ഡേറ്റ ആ ക്യാഷിൽ അവൈലബിൾ ആണെങ്കിൽ അതിനെ ഹിറ്റ് എന്ന് പറയും. ഇനി ആ അവൈലബിൾ അല്ല എങ്കിൽ അതിനെ മിസ് എന്ന് പറയും. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതാണ്. സോ ഹിറ്റ് ആണ് എങ്കിൽ നമ്മൾ എന്ത് ചെയ്യുന്നു? ആ ഡേറ്റനെ അവിടെ നിന്ന് റീഡ് ചെയ്ത് നമ്മൾ പ്രോസസറിലേക്ക് റീഡ് ചെയ്യുന്നു. ഇനി അതല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുന്നു? മെയിൻ മെമ്മറി പോയിട്ട് സെയിം പ്രോസസ്സർ മെമ്മറി അഡ്രസ്സിന് കാൽക്കുലേറ്റ് ചെയ്യുന്നു. ആ മെമ്മറി അഡ്രസ് വെച്ച് ഡേറ്റനെ ഫെച്ച് ചെയ്തെടുക്കുന്നു. സോ ഇതാണ് ഡയറക്റ്റ് മാപ്ഡ് ക്യാഷിയുടെ ഹാർഡ്വെയർ കൺസെപ്റ്റ് എന്ന് പറയുന്നത്. ഒന്നുമില്ല, നമുക്ക് ജസ്റ്റ് ആ ഒരു ബിറ്റുകൾ എന്തിനൊക്കെ വേണ്ടിയിട്ടാണ് ഒരു മെമ്മറി അഡ്രസ് വരുന്നു. ആ മെമ്മറി അഡ്രസ്സിലെ ഓരോ ബിറ്റുകൾ എത്ര വെച്ചാണ് ഓരോ വാലിഡിറ്റി അറിഞ്ഞിരുന്നാൽ മതി. അതിനുശേഷം എങ്ങനെയാണ് ഇത് വാലിഡ് ആണോ ചെക്ക് ചെയ്യുന്നത് ആ ഒരു കണ്ടീഷൻ നോക്കുന്ന ഒരു സിനാരിയോ പിടിച്ചിരുന്നാൽ മതി. സോ ഇവിടെ എല്ലാത്തിനും ഓരോ എക്സാമ്പിൾസ് വെച്ച് തന്നിട്ടുണ്ട്. അത് ആക്ച്വലി ലൈക്ക് അത് ഓറിയന്റ് ചെയ്ത് ക്വസ്റ്റ്യൻ വരുമോ എന്നുള്ളത് നമുക്കൊരു മോഡൽ വെച്ചേ പറയാൻ പറ്റുള്ളൂ. മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ വരുന്നതനുസരിച്ച് നമ്മൾ കുറച്ചുകൂടെ പ്രോബ്ലംസ് ചെയ്യിക്കണമെന്നുണ്ടെങ്കിൽ ആ ഒരു കൺസെപ്റ്റിലേക്ക് നീങ്ങുന്നതായിരിക്കും കേട്ടോ. നമ്മൾ തൽക്കാലം ഇതാണ് പറഞ്ഞു വന്നത്. ഇനിയും ഡയറക്റ്റ് മാപ്ഡ് ക്യാഷിയുടെ പെർഫോമൻസ് ആണ് നമുക്ക് പറയാനുള്ളത്. സോ ഇപ്പൊ നമ്മൾ ഡയറക്റ്റ് മാപ്ഡ് ക്യാഷ് എന്താണ്, ഡയറക്റ്റ് മാപ്ഡ് ക്യാഷിയുടെ ഹാർഡ്വെയർ കൺസെപ്റ്റ് എങ്ങനെയാണ് വരുന്നത്, ഇത്രയും കാര്യങ്ങളാണ് പറഞ്ഞത്.
ഒന്നുമില്ല, നിങ്ങളൊന്ന് വായിച്ചു നോക്കിയാൽ മനസ്സിലാകാവുന്നതേ ഉള്ളൂ. കുറച്ച് തിയറി തന്നെയാണ്, പക്ക തിയറി തന്നെയാണ്. സോ വായിച്ചു നോക്കാം. ഇനി ഇതിനകത്ത് ഡയറക്റ്റ് മാപ്ഡ് ക്യാഷയുടെ പെർഫോമൻസ് എങ്ങനെയാണ്, അതിന്റെ പെർഫോമൻസ് അനാലിസിസ് എന്നുള്ളൊരു കൺസെപ്റ്റ് ഇവിടെ പറയുന്നുണ്ട്. ഇനി ഒരു ക്യാഷ് പെർഫോമൻസും അതുപോലെ തന്നെ എങ്ങനെയാണ് ഒരു ക്യാഷ് കോൺഫ്ലിക്റ്റും വരുന്നതെന്ന് പറയുന്നുണ്ട്. മാപ്ഡ് പെർഫോമൻസിനകത്ത് പറയുന്നത്, ക്യാഷ് പെർഫോമൻസിനകത്ത് പറയുന്നത്, നമുക്ക് ഇവിടെ ഒരു അഡ്രസ്സ് തന്നിരിക്കുകയാണ് 001 എന്ന് പറയുന്ന സെറ്റിലേക്ക് മാച്ച് ആവുന്ന രീതിക്ക്. സോ അതിനെ ആ ഒരു ക്യാഷയുടെ സെറ്റിലേക്ക് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, അനലൈസ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇതവിടെ ഒരു ക്വസ്റ്റ്യൻ ആയിട്ടാണ് ആക്ച്വലി തന്നിരിക്കുന്നത്. പ്രോഗ്രാം കണ്ടെയ്ൻസ് എ ലൂപ്പ് ദാറ്റ് റിപ്പീറ്റ്സ് ഫോർ 5 iterations. 5 iterations വേണ്ടിക്ക് റിപ്പീറ്റ് ചെയ്യുന്ന ഒരു ലൂപ്പാണ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. ഓരോ ഐട്രേഷനകത്തും എന്തായിരിക്കും, 3 മെമ്മറി ആക്സസ്, അതായത് ലോഡ് എന്ന് പറയുന്ന ഒരു പ്രോസസ്സ് വരുന്നുണ്ട്. ഫോർ എക്സാമ്പിൾ നമ്മളവിടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാൻ പറ്റും, ഇതിനകത്ത് ലൂപ്പിനകത്ത് വന്നിരിക്കുന്നത് എന്താണ്, S0-യിലുള്ള കണ്ടന്റ് 0-യിൽ ആകുന്നത് വരെ ഡൺ ചെയ്യണം. ആ ഒരു കണ്ടീഷൻ അല്ല എങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, 3 ലോഡ് LW എന്ന് പറയുന്ന 3 ലോഡ് എക്സിക്യൂഷൻ ചെയ്യണം. ആ 3 ലോഡ് എക്സിക്യൂട്ട് ചെയ്തതിന് ശേഷം എന്ത് ചെയ്യണം, റിസൾട്ടിങ് ഇതിനെ ടോട്ടൽ മെമ്മറിയിലെ ആക്സസിലേക്ക് പ്രൊവൈഡ് ചെയ്യണം. ഫസ്റ്റ് ടൈം ആ ലൂപ്പ് എക്സിക്യൂട്ട് ചെയ്യുന്ന സമയത്ത് ക്യാഷ് എം ടി ആയിരിക്കും. ആ ഡേറ്റനെ എന്ത് ചെയ്യണം, മെയിൻ മെമ്മറിയിൽ നിന്ന് ഫെച്ച് ചെയ്ത് നമ്മൾ ആ ലൊക്കേഷനിൽ പ്രൊവൈഡ് ചെയ്യണം. റെസ്പെക്റ്റീവ്ലി അങ്ങനെ ഓരോ 1, 3 and 2 റെസ്പെക്റ്റീവ്ലി പോസിബിൾ ആയി വരുവാണ്. നെക്സ്റ്റ് 4 ടൈംസ് എന്ന് പറയുന്ന ലൂപ്പ് എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ ഡേറ്റ ആ ക്യാഷിൽ ഫൗണ്ട് ആയിരിക്കും. സോ ക്യാഷ് ലാസ്റ്റ് റിക്വസ്റ്റ് ചെയ്യുന്ന സമയത്ത് മെമ്മറി അഡ്രസ് എന്തായിരിക്കും എന്നും അതുപോലെ തന്നെ ടാക്സ് ഫുൾ 0 ആയിരിക്കുന്നു. ബിക്കോസ് അപ്പർ 27 ബിറ്റ്സ് ഓഫ് ദ അഡ്രസ്സസ് എന്ന് പറയുന്നത് 0 ആയിരിക്കും എന്നും അവിടുത്തെ മിസ് റേറ്റ് ആണ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. സോ ഇവിടെ എന്താ സംഭവിക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ ആദ്യം ആ പ്രോഗ്രാം നോക്കുക. ആ പ്രോഗ്രാമില് ഒരു സെയിം ക്യാഷ് ബ്ലോക്കിനെ നമ്മൾ റീസെന്റ് എന്താണ് ആക്സസ് ചെയ്യുന്ന അഡ്രസ് മാപ്പിംഗ് എന്ന് പറയുന്ന കൺസെപ്റ്റ് വരുവാണെങ്കിൽ അവിടെ ഒരു കോൺഫ്ലിക്റ്റ് ഒഴിയും. സോ ആ മോസ്റ്റ് റീസെന്റ് ആക്സസ്ഡ് അഡ്രസ്സസിനെ ആയിരിക്കും നമ്മൾ എവിക്ട് ചെയ്യുന്നത്. ആ ബ്ലോക്കിൽ പ്രീവിയസ് ആയിട്ടുള്ളതിനെ എക്സിസ്റ്റ് ചെയ്യുന്നു. ദെൻ ഡയറക്റ്റ് മാപ്ഡ് ക്യാഷസിന് ഓൺലി ഒരു ബ്ലോക്ക് ആയിരിക്കും ഉണ്ടാവുക. അതായത് ഇവിടെ നമുക്ക് ഒരു പ്രോബ്ലം തന്നിട്ടുണ്ട്, അല്ലെങ്കിൽ ഒരു അസംബ്ലി കോഡ് തന്നിട്ടുണ്ട്. ഈ അസംബ്ലി കോഡിനെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ട് ആ അസംബ്ലി കോഡിനനുസരിച്ചിട്ടുള്ള എന്താണ് എങ്ങനെയാണ് ക്യാഷ് എക്സിക്യൂട്ട് ചെയ്യുക ആ സില്ലി ലൂപ്പിന് ശേഷം, അല്ലെങ്കിൽ എങ്ങനെയാണ് ക്യാഷ് ഇനീഷ്യലി എം ടി ആയിരുന്നു അസ്യൂം ചെയ്യുക, എന്താണ് മിസ് റേറ്റ്, അതാണ് അവിടുത്തെ ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത്. വാട്ട് ഈസ് ദ മിസ് റേറ്റ് ഫോർ ദിസ് ബിലോ ഗിവൻ ലൂപ്പ് ലൈക്ക് ഒരു റിസ്ക് അസംബ്ലി 5 കോഡാണ് ഇവിടെ തന്നിരിക്കുന്നത്. ആഡീസ് S005, അതായത് 0 എന്ന് പറയുന്ന കണ്ടന്റിലേക്ക് 5 എന്ന് പറയുന്ന വാല്യൂ കൊടുക്കുന്നു, S1ലേക്ക് 0 എന്ന് പറയുന്ന കണ്ടന്റ് കൊടുക്കുന്നു. ദെൻ നമ്മളൊരു ബ്രാഞ്ച് ഈക്വൽ ടു കണ്ടീഷനിങ് ആണോ എന്ന്, ബ്രാഞ്ചിങ് കണ്ടീഷൻ ഇക്വേഷനോട് കൊടുത്തിരിക്കുന്നു, ആണോ എന്ന് നോക്കുന്നു. അതല്ല എങ്കിൽ, ആണെങ്കിൽ സ്റ്റോപ്പ് ചെയ്യുന്നു. അതല്ല എങ്കിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, S2ലേക്ക് 4 ഓഫ് S1, S1ലുള്ള ഓഫ്സെറ്റിലേക്ക് 4 ആഡ് ചെയ്ത് അതിൽ എന്താണോ വാല്യൂ ഉള്ളത് അതിനെ S2ലേക്ക് ലോഡ് ചെയ്യുന്നു. ദെൻ S3ലേക്ക് 12 ഓഫ് S1 ലോഡ് ചെയ്യുന്നു. ദെൻ S4ലേക്ക് 8 ഓഫ് S1 ലോഡ് ചെയ്യുന്നു. അതിനുശേഷം S0ലേക്ക് S0-1 ആഡ് ചെയ്ത് ദെൻ പിന്നെയും ലൂപ്പിലേക്ക് പോകുന്നു, ലൂപ്പിലേക്ക് ജമ്പ് ചെയ്യുന്നു. ഈ കണ്ടീഷൻ എപ്പോഴാണോ ഈക്വൽ ആകുന്നത് അതുവരെ ഈ പ്രോസസ് പെർഫോം ചെയ്യുകയാണ് ചെയ്യുന്നത്. സോ ഇവിടെ നമ്മളോട് ആദ്യമേ തന്നെ എന്താണ് 0 ആയിരിക്കും എന്നുള്ള ഒരു കണ്ടീഷൻ അവിടെ തന്നിട്ടുണ്ട്, അസ്യൂം ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. ക്യാഷ് ഇനീഷ്യലി എം ടി ആയിരുന്നു ഒരു കണ്ടീഷൻ. ഇവിടുത്തെ മിസ് റേറ്റ് ആണ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് എങ്കിൽ നമ്മൾ ആദ്യം എന്ത് ചെയ്യുന്നു, ഈ ഒരു മാപ്പിംഗ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇവിടെ നമുക്ക് ആദ്യം അറിയാം സെറ്റ് 0 മുതൽ സെറ്റ് 7 വരെയുള്ള ക്യാഷ് ആണുള്ളത്. ആ ക്യാഷയില് ഇവിടെ നമുക്ക് ആ ഒരു എക്സാമ്പിൾ പോലെ തന്നിരിക്കുന്നതിനകത്ത് മെമ്മറി അഡ്രസ് നമ്മൾ കണ്ടുപിടിക്കണം. മെമ്മറി അഡ്രസ്സിന്റെ ലൊക്കേഷൻ ആ ഒരു ടാഗും ആ ഒരു 32 ബിറ്റ് എന്ന് പറയുന്നത് ഈ ഒരു 001 ആ ഒരു 3 ബിറ്റ് സെറ്റ് ബിറ്റ്സ് കാൽക്കുലേറ്റ് ചെയ്ത രീതിക്കായിരിക്കും. ആ സെറ്റ് ബിറ്റ് 001 ആയതുകൊണ്ട് തന്നെ അത് സെറ്റ് 1ലേക്കായിരിക്കും ബിലോങ് ചെയ്യുന്നത്. ആ സെറ്റ് 1ലേക്ക് ബിലോങ് ചെയ്യുന്നതിനകത്ത് ഇവിടെ എന്താണ് 3 രീതിയിലുള്ള, അതിനകത്ത് പ്രോഗ്രാമിനകത്ത് ആക്ച്വലി ലൂപ്പാണ്, അത് 5 ഐട്രേഷൻ വരെ റിപ്പീറ്റ് ചെയ്യുന്നതാണ് പറഞ്ഞിരിക്കുന്നത്. ഓരോ ഐട്രേഷനകത്തും 3 മെമ്മറി ആക്സസ് അഥവാ ലോഡിങ് നടക്കുന്നുണ്ട്. അതായത് 15 ടോട്ടൽ മെമ്മറി ആക്സസ് വരുന്നു. 5 ലൂപ്പാണുള്ളത്, 3 ലോഡിംഗ് വെച്ച്, സോ 15 ടോട്ടൽ മെമ്മറി ആക്സസ്. ഫസ്റ്റ് ടൈം ലൂപ്പ് എക്സിക്യൂട്ട് ചെയ്യുന്ന സമയത്ത് ക്യാഷ് എം ടി ആയിരിക്കും. സോ ആ ഡേറ്റിന് നമ്മൾ എന്ത് ചെയ്യണം, മെയിൻ മെമ്മറി ലൊക്കേഷൻ എവിടെയാണ് 0x4 അല്ലെങ്കിൽ 0xc ആൻഡ് 0x8 ആ ഒരു ക്യാഷ് സെറ്റ് 1ഉം 3ഉം 2 ആണ് ഇവിടെ പറയുന്നത്. ആ 1ൽ നിന്നും 3ൽ നിന്നും 2ൽ നിന്നുമാണ് നമ്മൾ എന്താ റെസ്പെക്റ്റീവ്ലി വാല്യൂസിനെ ഫെച്ച് ചെയ്യുന്നത്. എങ്ങനെ 1ഉം 3ഉം 2ഉം കിട്ടിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ലോഡ് ഇൻസ്ട്രക്ഷൻ സെറ്റ് അവിടെ പറഞ്ഞിട്ടുണ്ട്. സോ ആ ഒരു ഇക്വേഷനിലേക്ക് ആ ഒരു കൺസെപ്റ്റ് നിങ്ങൾക്ക് ഫെമിലിയറൈസ് ആവണമെങ്കിൽ നിങ്ങൾ അത് എന്താന്നുള്ള ആ ഓഫ്സെറ്റ് പ്ലസ് ആഡിങ് എന്നുള്ള ആ ഒരു അഡ്രസ്സിനോട് കൂടി ആ 4 എന്ന് പറയുന്ന ഓഫ്സെറ്റ് ആഡ് ചെയ്യുമ്പോൾ ഏത് അഡ്രസ്സ് കിട്ടും, അത് ഏത് സെറ്റിലേക്ക് ബിലോങ് ചെയ്യുന്നു, ആ ഒരു കൺസെപ്റ്റ് നിങ്ങൾ പഠിച്ചു വെക്കണം. എന്നാൽ മാത്രമേ നമുക്ക് ഏതൊക്കെ സെറ്റിലാണ് ആ ഏതൊക്കെ ഇൻസ്ട്രക്ഷൻ എക്സിക്യൂഷൻ ഏതൊക്കെ സെറ്റ് ഓഫ് ക്യാഷിലേക്കാണ് പോകുന്നത് എന്ന കൺസെപ്റ്റ് നമുക്ക് കിട്ടുള്ളൂ.
സോ നമ്മൾ എന്ത് ചെയ്യാണ്, ലാസ്റ്റ് മെമ്മറി അഡ്രസ് ആയ 0x4ന്റെ ഫിഗർ ആണ് ഇവിടെ തന്നിരിക്കുന്നത്. 0x4 എന്ന് പറയുന്ന ഫിഗറിലേക്ക് ആഡ് ചെയ്യുന്ന സമയത്ത് ടാഗ് എന്ന് പറയുന്നത് 0 ആയിരിക്കും, കാരണം 27 ബിറ്റ് ഓഫ് ദ അഡ്രസ്സസ് എന്ന് പറയുന്നത് 0 ആണ്. സോ ആ മിസ് റേറ്റ് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്താൽ മതി, 3/15. എന്തുകൊണ്ടാണ് 3/15 എന്ന് പറയുന്നത്? മിസ് റേറ്റ് എന്ന് വെച്ചാൽ നമ്മൾക്ക് ആ ഒരു ഡേറ്റ കിട്ടാതിരിക്കാനുള്ള ചാൻസ്, ഹിറ്റ് ആവുന്ന കേസ് അല്ല, മിസ് ആവാവുന്ന കേസ്. സോ 3 ലോഡ് എക്സിക്യൂഷൻ ആണുള്ളത്, അല്ലെങ്കിൽ ലോഡ് പ്രോസസിംഗ് ആണുള്ളത്. ആ 3 ലോഡ് എന്നുള്ളൊരു കൺസെപ്റ്റ് കൊണ്ടാണ് അവിടെ 3 വന്നത്. ഡിവൈഡഡ് ബൈ ടോട്ടൽ എത്രയാണ് വരുന്നത്, 3 ലോഡ് ഇൻസ്ട്രക്ഷൻ 5 ലൂപ്പിൽ എക്സിക്യൂട്ട് ചെയ്യണം. സോ അവിടെ 3/15. ആ ഒരു കൺസെപ്റ്റ് കൊണ്ടാണ് അവിടെ മിസ് റേറ്റ് എന്ന് പറയുന്നത് 3/15 എന്ന് പറയുന്നത്. 3/15 എന്ന് പറഞ്ഞാൽ 20% ആണ്. സോ അവിടുത്തെ മിസ് റേറ്റ് എന്ന് പറയുന്നത് കാൽക്കുലേഷൻ എന്ന് പറയുന്നത് 3/15 ആയിരിക്കും, വിച്ച് ഇസ് ഇക്വൽ ടു 20% ആണ്. എന്തുകൊണ്ട് 3 എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെ എത്ര ലോഡ് ഇൻസ്ട്രക്ഷൻസ് ആണ് എക്സിക്യൂട്ട് ചെയ്യുന്നത്, ഡിവൈഡഡ് ബൈ എന്തുകൊണ്ട് 15 എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെ ഒരു ലൂപ്പില് 5 ലൂപ്സ് ആണ്, 5, കാരണം S0 എന്ന് പറയുന്ന കൺസെപ്റ്റ് ഇവിടെ വന്നിരിക്കുന്നത് എന്താണ്, 5 ആണ്. സോ ആ 5 ലൂപ്സ് ആണ് ഇവിടെ എക്സിക്യൂട്ട് ചെയ്യുന്നത്. സോ ആ 5 എന്നുള്ള കൺസെപ്റ്റ് കൊണ്ട് 5 × 3 ലോഡ് എക്സിക്യൂട്ട് ചെയ്യുന്ന സമയത്ത് 15 ഇൻസ്ട്രക്ഷൻ. സോ 3/15 20% മിസ് റേറ്റ് ആണ് അവിടെ പോസിബിൾ ആയിട്ട് വരുന്നത്. അങ്ങനെയാണ് ഡയറക്റ്റ് മാപ്ഡ് കാഷെ പെർഫോമൻസ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഇനി അവിടെ ഒരു കോൺഫ്ലിക്റ്റ് വന്നു കഴിഞ്ഞാൽ, എന്താണ് കോൺഫ്ലിക്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, കോൺഫ്ലിക്റ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് 2 റീസെന്റ് ആക്സസ്ഡ് അഡ്രസ് മാപ്സ് സെയിം കാഷെ ബ്ലോക്കിൽ വന്നാൽ, 2 റീസെന്റ് നമ്മൾ ആക്സസ് ചെയ്തിരിക്കുന്ന അഡ്രസ് ഒരു സെയിം കാഷെ ബ്ലോക്കിലേക്ക് മാപ്പ് ചെയ്ത് വന്നാൽ അവിടെ ഒരു കോൺഫ്ലിക്റ്റ് നടക്കും. സോ നമുക്ക് ഏതാണോ മോസ്റ്റ് റീസെന്റ് ആക്സസ്ഡ് അഡ്രസ് അതിനെ എവിക്സ് ചെയ്യുന്നു പ്രീവിയസ് വണ്ണിനെ. അതായത് ഫോർ എക്സാമ്പിൾ ഇപ്പൊ നമ്മൾ ഒരു ഇൻസ്ട്രക്ഷൻ എക്സിക്യൂട്ട് ചെയ്ത് നമ്മൾ ഒരു കാഷിലേക്ക് മാപ്പ് ചെയ്ത് വെച്ചു, അതിനുശേഷമാണ് പിന്നീട് ഒരു ഇൻസ്ട്രക്ഷൻ എക്സിക്യൂട്ട് ചെയ്യുന്നത്, അത് സെയിം കാഷിലേക്ക് തന്നെ മാപ്പ് ചെയ്ത് വന്നാൽ ഏത് കാഷിലേക്കാണ് ഇപ്പൊ ഡയറക്ട്ലി കറന്റ്ലി വന്നത് അത് പ്രീവിയസ് വണ്ണിനെ എന്ത് ചെയ്യുന്നു, എവിക്റ്റ് ചെയ്യുന്നു. സോ ഡയറക്റ്റ് മാപ്ഡ് കാഷസിനകത്ത് ഒരു ബ്ലോക്സ് ഇൻ ഈച്ച് സെറ്റ്, ഓരോ സെറ്റിലേക്കും ഒരു ബ്ലോക്സിനെ മാത്രമേ മാപ്പ് ചെയ്യാൻ പറ്റുള്ളൂ. സോ അങ്ങനെ 2 അഡ്രസ്സസ് മാപ്പ് ചെയ്യേണ്ട സമയത്ത് വന്നാൽ അതിനെയാണ് കോൺഫ്ലിക്റ്റ് എന്ന് വിളിക്കുന്നത്. കോൺഫ്ലിക്റ്റിനെ എങ്ങനെയാണ് ഹാൻഡിൽ ചെയ്യുന്നതെന്ന് ഇവിടെ പറഞ്ഞിട്ടുണ്ട്. ഫോർ എക്സാമ്പിൾ ഫോളോയിങ് ലൂപ്പ്, ഒരു ഫോർ എക്സാമ്പിൾ ഇവിടെ ഒരു ലൂപ്പ് എക്സ്ട്രാ അനദർ ലൂപ്പ് തന്നിട്ടുണ്ട്. ഈ ഒരു അസംബ്ലി കോഡ് ചെയ്യുന്ന സമയത്ത്, അതായത് S0യിലേക്ക് ആദ്യം നമ്മൾ 5നെ കൊണ്ടുവന്ന് വെക്കുന്നു, ദെൻ S1ലേക്ക് 0നെ കൊണ്ടുവന്ന് വെക്കുന്നു, ദെൻ നമ്മൾ ബ്രാഞ്ച് ഇക്വേഷൻ S0 ആണെങ്കിൽ ഡൺ ചെയ്യുന്നു, അതല്ല എങ്കിൽ ലോഡ് S2 ഓഫ് 0x4 ഓഫ് S1, S1ന്റെ ഓഫ്സെറ്റിലേക്ക് 0x4നെ ആഡ് ചെയ്തിട്ടുള്ള ഒരു വാല്യൂനെ ലോഡ് ചെയ്യണം. ദെൻ 0x24 ഓഫ് S1ന്റെ 0x24നെ ആഡ് ചെയ്തിട്ടുള്ള വാല്യൂ ചെയ്യണം. സോ ഇവിടെ X4ഉം X24 ആയതുകൊണ്ട് തന്നെ സെയിം സെറ്റ് ബിറ്റ്സ് വരും, സെയിം മെമ്മറി കാഷിലേക്ക് മാച്ചിങ് വരും. സോ ആ മെയിൻ മെമ്മറി കാഷിലേക്ക് 04ഉം 024ഉം ഒരു കാറ്റഗറിയിലേക്ക് വരുന്നതുകൊണ്ട് തന്നെ സെയിം സെറ്റ് അല്ലെങ്കിൽ സെയിം കാഷിനെ ആയിരിക്കും വരുന്നത്. അപ്പൊ ആദ്യത്തെ എക്സിക്യൂഷൻ ഏതായിരിക്കും, 0x4 ഓഫ് S1 എന്നുള്ളൊരു കണ്ടീഷൻ ആയിരിക്കും. അതിനെ റീപ്ലേസ് ചെയ്തുകൊണ്ട് ആര് വരുന്നു, 0x24 ഓഫ് S1 വരുന്നു. സോ 0x4 എന്ത് ചെയ്യുന്നു, 0x24 എന്ന് പറയുന്ന അഡ്രസ് വെച്ച് റീപ്ലേസ് ചെയ്യപ്പെടുന്നു. അങ്ങനെ റീപ്ലേസ് ചെയ്യുന്ന സമയത്താണ് എന്ത് നടക്കുന്നത്, കോൺഫ്ലിക്റ്റ്. കാരണം എന്താണ്, സെയിം സെറ്റ് ബിറ്റിൽ വാല്യൂസ് വന്നുകൊണ്ട് സെയിം ക്യാഷ് സെറ്റിലേക്ക് സെറ്റ് 1 എന്ന് പറയുന്നതിലേക്കാണ് ഈ 2 വാല്യൂസും സ്റ്റോർ ചെയ്യാൻ വരുന്നത്. സോ അവിടെ ഒരു കോൺഫ്ലിക്റ്റ് ഒക്കെ അറിയുന്നു. അങ്ങനെയുള്ള കേസിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, ആദ്യം സ്റ്റോർ ചെയ്തയാളെ രണ്ടാമത് കറന്റ്ലി ആരാണോ പ്രീവിയസ്ലി ആക്സസ്ഡ് ആരാണോ അയാൾ എന്ത് ചെയ്യുന്നു, എവിക്റ്റ് ചെയ്യുന്നു. സോ അവിടെ ഒരു ഇഷ്യൂ അറിയാൻ ചാൻസസ് ഉണ്ട്. സോ അതിനെ എങ്ങനെ സൊല്യൂഷൻ ചെയ്യാമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും, മെമ്മറി എന്ത് ചെയ്യുന്നു, 0x4നെയും അതുപോലെ 0x24നെയും സെറ്റ് 1ലേക്ക് മാപ്പ് ചെയ്യുന്നു. ആദ്യത്തെ ഇനീഷ്യൽ എക്സിക്യൂഷൻ ഓഫ് ദ ലൂപ്പിന്റെ സമയത്ത് 0x4ലുള്ള ഡേറ്റയെ നമ്മൾ എന്ത് ചെയ്യുന്നു, സെറ്റ് 1 ഓഫ് ദ കാഷിലേക്ക് മാപ്പ് ചെയ്യുന്നു. അതാണ് ആദ്യം നടക്കുന്നത്. ദെൻ 0x24നെ നമ്മൾ എന്ത് ചെയ്യുന്നു, സെറ്റ് 1ലേക്ക് വരുന്ന സമയത്ത് ആ എവിക്റ്റ് ചെയ്യുന്ന ഡേറ്റയെ X4ൽ നിന്ന് എവിക്റ്റ് ചെയ്യുന്ന ഡേറ്റയെ ലോഡ് ചെയ്ത് വെക്കുന്നു. സോ സെക്കൻഡ് എക്സിക്യൂഷൻ ഓഫ് ലൂപ്പ് നടക്കുന്ന സമയത്ത് ഈ പാറ്റേൺ റിപ്പീറ്റ് ചെയ്യുന്നു. അതുപോലെ തന്നെ എന്ത് ചെയ്യുന്നു, ക്യാഷ് എന്ത് ചെയ്യുന്നു, ആ ഡേറ്റയെ X4ൽ നിന്ന് റീഫെച്ച് ചെയ്തെടുക്കുന്നു. X0 X24ലെ ഡേറ്റ എപ്പോഴാണോ എവിക്റ്റ് ആവുന്നത്. സോ ആ അഡ്രസ് കോൺഫ്ലിക്റ്റിന്റെ മിസ് റേറ്റ് എന്ന് പറയുന്നത് 100% ആയിരിക്കും. അതിനെ എങ്ങനെ സൊല്യൂട്ട് ചെയ്യാം എന്നുള്ളതാണ് അസോസിയേറ്റീവ് ക്യാഷ് എന്നുള്ള നെക്സ്റ്റ് കൺസെപ്റ്റിലേക്ക് വരുന്നത്. സോ ആക്ച്വലി കോൺഫ്ലിക്റ്റ് എന്താണെന്ന് അറിഞ്ഞിരിക്കുക. കോൺഫ്ലിക്റ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരു സെയിം അഡ്രസ് സെറ്റ് ബിറ്റ്സ് കൊണ്ട് സെയിം ക്യാഷിലേക്ക് മാപ്പ് ചെയ്യുന്ന സമയത്ത് ആരാണോ പ്രീവിയസ്ലി അല്ലെങ്കിൽ കറന്റ്ലി ചെയ്യുന്നത് അയാൾ പ്രീവിയസ്ലി ചെയ്ത് വെച്ചിരിക്കുന്ന അയാളെ എവിക്റ്റ് ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ അല്ലെങ്കിൽ ആ ഒരു ഡേറ്റ ലോസ് എന്നൊരു കോൺഫ്ലിക്റ്റ് നടക്കുന്നു. ആ ഒരു കൺസെപ്റ്റിനെ എങ്ങനെ സൊല്യൂട്ട് ചെയ്യുക അല്ലെങ്കിൽ ആ ഒരു കൺസെപ്റ്റിനെ എങ്ങനെ സൊല്യൂഷൻ കണ്ടെത്താം എന്നുള്ളതിന് മറ്റാണ് അനദർ ടൈപ്പ് ഓഫ് ക്യാഷിക്ക്. അതായത് അനദർ ടൈപ്പ് ഓഫ് ക്യാഷിയാണ് ഇത് അസോസിയേറ്റീവ് ക്യാഷ് എന്ന് പറയുന്നത്. എന്താണ് അസോസിയേറ്റീവ് ക്യാഷസ്? അസോസിയേറ്റീവ് ക്യാഷ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ
അത് കോൺഫ്ലിക്റ്റിനെ റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് n ബ്ലോക്സ് ഓരോ സെറ്റിലും എന്ത് ചെയ്യുന്നു, n ബ്ലോക്സ് പ്രൊവൈഡ് ചെയ്യുന്നു അവിടെ മാപ്പിംഗ്. സോ ദാറ്റ് എന്താണ് ആ അതായത് നമ്മൾ ആ ഒരു സെറ്റിനെ പിന്നെയും ബ്ലോക്സ് ആക്കി ഡിവൈഡ് ചെയ്യുന്നു. അതിനുശേഷം ഓരോ അഡ്രസ്സിനെയും ഓരോ ബ്ലോക്കിലേക്ക് ബിലോങ് ചെയ്ത് മാപ്പ് ചെയ്യുന്നു. സോ അവിടെ എന്താണ്, അസോസിയേറ്റീവ് ആണ്. ഒരു സെറ്റിനെ തന്നെ നമ്മൾ എന്ത് ചെയ്യാണ്, n ബ്ലോക്സ് ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നു. ഓരോ സെറ്റിനെയും n ബ്ലോക്സ് ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നു. സോ ദാറ്റ് നമുക്ക് എന്ത് ചെയ്യണം, കോൺഫ്ലിക്ട്സിനെ റെഡ്യൂസ് ചെയ്യാൻ പറ്റുന്നു. ഡേറ്റ മാപ്പിംഗ് ടു ദാറ്റ് സെറ്റ് മൈ ബി ഫൗണ്ട്. പല ഡിഫറെന്റ് അതിലേക്കുള്ള മാപ്പിംഗ് പ്രൊവൈഡ് ചെയ്യുന്നു. ഓരോ മെമ്മറി അഡ്രസ്സസിനെയും നമ്മൾ എന്ത് ചെയ്യുന്നത്, ഒരു മാപ്പ് ചെയ്യുന്നത് ഒരു സ്പെസിഫിക് സെറ്റിലേക്കായിരിക്കും. പക്ഷെ അതിനകത്ത് എന്തായിരിക്കും, അതിന് മാപ്പ് ചെയ്യാൻ പറ്റുന്ന നമുക്ക് ഡിഫറെന്റ് n ബ്ലോക്സ് അവിടെ അവൈലബിൾ ആയിരിക്കും. ആ n ബ്ലോക്സിലേക്കായിരിക്കും നമ്മൾ ഓരോ ബ്ലോക്കിലേക്ക് ഓരോ മാപ്പിംഗ് എന്നുള്ള രീതിക്കായിരിക്കും പ്രൊവൈഡ് ചെയ്യുന്നത്. അതാണ് അസോസിയേറ്റീവ് ക്യാഷെ എന്ന് പറയുന്നത്. ഒരു ഡയറക്റ്റ് മാപ്ഡ് ക്യാഷെ എന്ന് പറയുന്നത് ഒരു വൺ വേ സെറ്റ് അസോസിയേറ്റീവ് ക്യാഷെ ആണ്. കാരണം എന്താണ്, അവിടെ ഒരു സെറ്റിനകത്ത് നമുക്ക് ഒരു വൺ ബ്ലോക്ക് മാത്രമേ ഉള്ളൂ. പക്ഷെ ഒരു n ലൈക് ബ്ലോക്സ് അവൈലബിൾ ആണെങ്കിൽ അതിനെ വിളിക്കുന്നു അസോസിയേറ്റീവ് ക്യാഷയുടെ ഡിഗ്രി എന്ന് പറയുന്നത് n എന്നായിരിക്കും. അതായത് അസോസിയേറ്റീവ് ക്യാഷെ കൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മൾ ആദ്യത്തെ കേസിൽ പറഞ്ഞത് എന്തായിരുന്നു, ഒരു ബ്ലോക്കിലേക്ക് ലൈക്ക് ഒരു പർട്ടിക്കുലർ ക്യാഷെ സെറ്റേ ഉള്ളൂ എന്നായിരുന്നു. ആ ക്യാഷെ സെറ്റിനെ നമ്മൾ പല ബ്ലോക്കുകളാക്കി ഡിവൈഡ് ചെയ്യുന്നു. സോ ദാറ്റ് വി ക്യാൻ മാപ്പ് two or more memory address to same cache at different blocks. ഡിഫറെന്റ് ബ്ലോക്സുകളാക്കി ഡിവൈഡ് ചെയ്ത് വെച്ചിരിക്കുന്നതുകൊണ്ട് തന്നെ ആ ക്യാഷയിലുള്ള ഡീറ്റെയിൽസിനെ അല്ലെങ്കിൽ ആ ഒരു ക്യാഷെ സെറ്റിലേക്ക് തന്നെ മൾട്ടിപ്പിൾ മെമ്മറീസിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നു, അറ്റ് എ ടൈം തന്നെ മാപ്പ് ചെയ്യാൻ പറ്റുന്നു. സോ അവിടെ ഒരു എവിക്ഷൻ എന്ന കാര്യമോ അല്ലെങ്കിൽ ഒരു കോൺഫ്ലിക്റ്റ് എന്ന പ്രോബ്ലമോ ഇതൊന്നും വേണ്ടി വരുന്നില്ല. ഇവിടെ ഫോർ എക്സാമ്പിൾ നോക്കിക്കേ, നമ്മൾ ആദ്യം പറഞ്ഞ കേസിനകത്ത് ഈ വി ടാഗ് ഡേറ്റ എന്ന് പറയുന്ന ഈ ഒരു പർട്ടിക്കുലർ ക്യാഷ് ഒരെണ്ണമേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ ഇവിടെ എന്താണ്, വേ 1 എന്നും വേ 0 എന്നും പറഞ്ഞ് രണ്ടെണ്ണം ഡയറക്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിനിപ്പോ ഇവിടെ ഒരു n വേ സെറ്റ്, ഇവിടെ ഒരു 2 വേ സെറ്റ് അസോസിയേറ്റീവ് ക്യാഷയുടെ എക്സാമ്പിൾ ആയിരിക്കും ഇവിടെ തന്നിട്ടുണ്ടാവുക. കാരണം 2 വേ ആയതുകൊണ്ട് തന്നെ ഇവിടെ എന്താണ്, രണ്ട് വാലിഡിറ്റി ബിറ്റ്, രണ്ട് ടാഗ് ബിറ്റ്, രണ്ട് ഡേറ്റ ബിറ്റ്, ആ ഒരു അവൈലബിലിറ്റീസ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നു. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യുന്നു, ഇപ്പൊ ഫോർ എക്സാമ്പിൾ നമ്മൾ ഇവിടെ തന്നിരിക്കുന്നത് സെറ്റിനകത്ത് 2 എന്ന് പറഞ്ഞാൽ, അതായത് ഫോർ എക്സാമ്പിൾ ഒരു സെറ്റിലേക്ക് തന്നെ, ഒരു ക്യാഷ് സെറ്റിലേക്ക് തന്നെ ബിലോങ് ചെയ്യുന്ന ഒന്നിൽ കൂടുതലുള്ള ഡേറ്റാസിനെ വന്നാൽ അതിന് നമുക്ക് ആദ്യം നമ്മളൊരു 0യിലേക്ക് മാപ്പ് ചെയ്യുന്നു, പിന്നെ നമ്മൾ 1ലേക്ക് മാപ്പ് ചെയ്യുന്നു. ഇപ്പൊ നമ്മൾ ഫോർ എക്സാമ്പിൾ മുന്നത്തെ കേസിൽ പറഞ്ഞ 0x24 എന്ന് പറയുന്ന ഡീറ്റെയിൽസ് ഉണ്ടാവും, 0x24 എന്ന് പറയുന്ന മെമ്മറി അഡ്രസ്സിന്റെ ഡീറ്റെയിൽസ് ഉണ്ടാവും. അതിനെ രണ്ടിനെ നമ്മൾ രണ്ട് ബ്ലോക്സിലേക്ക് മാപ്പ് ചെയ്ത് വെച്ചതിന് ശേഷം നമ്മൾ ഈ സെയിം പ്രോസസ്സ്, നമ്മൾ ഇതിന് മുന്നേ ചെയ്ത സെയിം പ്രോസസ്സ് തന്നെ എന്ത് ചെയ്യുന്നു, റിപ്പീറ്റ് ചെയ്യുന്നു. ഈക്വൽ ആണോ എന്ന് നോക്കുന്നു, ഹിറ്റ് ആണെങ്കിൽ അതിനെ കോൾ ചെയ്യുന്നു, അതല്ല എങ്കിൽ മെമ്മറിയിലേക്ക് റീജെയിൻ ചെയ്യുന്നു. സോ ഇവിടെ രണ്ടെണ്ണം യൂസ് ചെയ്യുന്നതുകൊണ്ട് തന്നെ രണ്ട് ആ ഒരു എന്താണ് ചെക്കിങ് കാര്യങ്ങൾ നടത്തേണ്ടി വരുന്നു. അതാണ് ഇവിടെ പറയുന്നത്. ഇവിടെ എന്താണ്, ഹാർഡ്വെയർ ആണ് കാണിച്ചിരിക്കുന്നത്. ഇതിനകത്ത് ഓരോ സെറ്റിനകത്തും 2 വേസ് ആണുള്ളത്, അല്ലെങ്കിൽ ഡിഗ്രി ഓഫ് അസോസിയേറ്റിവിറ്റി എന്ന് പറയുന്നത് 2 ആണ്. ഓരോ വേ എന്ന് പറയുന്നത് എന്താണ്, ഒരു ഡേറ്റ ബ്ലോക്കുകളാണ്, അത് വാലിഡ് ആയിട്ടായിരിക്കും, അതിനകത്ത് ഡേറ്റ ബിറ്റ്സ് ഉണ്ടായിരിക്കും. ക്യാഷ് എന്ത് ചെയ്യുന്നു, റീഡ് ബ്ലോക്സ് ഫ്രം എ ബോത്ത് വേസ് ഇൻ ദ സെലക്ടഡ് സെറ്റ് ആൻഡ് ചെക്സ് ദ ടാഗ്. എന്ത് ചെയ്യുന്നു, ടാഗിന് ചെക്ക് ചെയ്തിട്ട് വാലിഡ് ബിറ്റ്സ് ഉണ്ട് ഫോർ എ ഹിറ്റ്, വാലിഡ് ബിറ്റ്സിന് ചെക്ക് ചെയ്യുന്നു. വാലിഡ് ബിറ്റ് 1 ആണെങ്കിലാണ് അതൊരു ഹിറ്റായി മാറുന്നത്. ഒരു ഹിറ്റ് ഒക്കർ ചെയ്യുകയാണെങ്കിൽ വൺ ഓഫ് ദ വേസിനകത്ത് മൾട്ടിപ്ലെക്സർ എന്ത് ചെയ്യുന്നു, ആ ഫ്രം ദാറ്റ് വേ, ആ ഒരു ഏത് വേയിലാണോ ഹിറ്റ് ചെയ്തത് അല്ലെങ്കിൽ ഏത് വേയിലാണോ വാലിഡ് എന്ന് പറഞ്ഞ ബിറ്റ് 1 ആയത് അതിന്റെ ഡേറ്റയെ ഫെച്ച് ചെയ്തെടുക്കുന്നു. സോ സെറ്റ് അസോസിയേറ്റീവ് ക്യാഷസ് എന്ന് പറയുന്നത് അവരുടേതായ ഒരു ലോവർ മിസ് റേറ്റ് ആയിരിക്കും ഡയറക്റ്റ് മാപ്ഡ് ക്യാഷസിനേക്കാളും. സെയിം കപ്പാസിറ്റി ആണ്, പക്ഷെ അവർക്ക് ഫ്യൂവർ കോൺഫ്ലിക്റ്റിനുള്ള ചാൻസസ് ആണ്. അതുകൊണ്ട് തന്നെ എന്തായിരിക്കും, ലോവർ മിസ് റേറ്റ് ആയിരിക്കും, മിസ് ആവാനുള്ള ചാൻസസ് വളരെയധികം കുറവാണ്. അങ്ങനെയാണെങ്കിൽ കൂടി സെറ്റ് അസോസിയേറ്റീവ് ക്യാഷസ് എന്ന് പറയുന്നത് സ്ലോവർ ആണ്, അതുപോലെ തന്നെ മോർ എക്സ്പെൻസീവ് ആണ് ടു ബിൽഡ്. സ്ലോവർ ആണ്, മോർ എക്സ്പെൻസീവ് ആണ്, ബട്ട് എന്തായിരിക്കും, ഒരു മിസ് റേറ്റ് ചാൻസസ് എന്ന് പറയുന്നത് കുറവായിരിക്കും. സ്ലോവർ ആണ്, ബിൽഡ് ബിക്കോസ് ഓഫ് ദ ഔട്ട്പുട്ട് മൾട്ടിപ്ലെക്സർ ആൻഡ് അഡീഷണൽ കോമ്പറേറ്റേഴ്സ്. അതുപോലെ തന്നെ ബോത്ത് വേസും ഫുൾ ആവുന്ന സമയത്ത് ഏത് വേയിൽ റെപ്രസെന്റ് ചെയ്യുന്ന ഒരു ക്വസ്റ്റ്യൻ അവിടെ വരുന്നുണ്ട്. എങ്കിൽ കൂടിയും ഒരു ഡയറക്റ്റ് മാപ്ഡ് ക്യാഷിനേക്കാളും ആ ഒരു കോൺഫ്ലിക്റ്റ് എന്ന ഇഷ്യൂ വന്നപ്പോൾ അതിനെ സോൾവ് ചെയ്യാൻ പാകത്തിന് ഒരു ഡിഗ്രി ഓഫ് അസോസിയേറ്റിവിറ്റി വെച്ചുകൊണ്ട് നമ്മൾ ഡെവലപ്പ് ചെയ്തെടുത്താണ് n വേസ് ഓഫ് അസോസിയേറ്റീവ് ക്യാഷ് എന്ന് പറയുന്നത്. അസോസിയേറ്റീവ് ക്യാഷിന്റെ ഹാർഡ്വെയർ നോക്കി കഴിയുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അവിടെ എന്താണ്, പല ഡിഫറെന്റ് രീതിയിലുള്ള ബ്ലോക്കുകളാക്കി ഓരോ ക്യാഷ് സെറ്റിനും പല ഡിഫറെന്റ് ബ്ലോക്കുകളാക്കി ഡിവൈഡ് ചെയ്തിരിക്കുന്നു. ആ ബ്ലോക്കുകളിലേക്കാണ് എന്തിരിക്കുന്നത്, മാപ്പിംഗ് നടത്തിയിരിക്കുന്നത്. സോ മാപ്പിംഗ് എന്ന് പറയുന്നത് എന്താണ്, ഒരു കോൺഫ്ലിക്റ്റ് എന്ന് പറയുന്ന ഇഷ്യൂ വരുന്നില്ല. സെയിം സെറ്റ് ബിറ്റുള്ള മൾട്ടിപ്പിൾ ക്യാഷസിന് നമുക്ക് അറ്റ് എ ടൈം മെമ്മറീസ് നമുക്ക് അറ്റ് എ ടൈം ഒരു സെയിം ക്യാഷ് സെറ്റിലേക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നു, മാപ്പ് ചെയ്യാൻ പറ്റുന്നു. ആക്ച്വലി ഒരു വൺ വേ ഓഫ് അസോസിയേറ്റിവിറ്റി ആണ് എന്ന് പറയുന്നത് ഡയറക്റ്റ് മാപ്ഡ് ക്യാഷ് എന്ന് പറയുന്നത്. എന്നാൽ n വേ ഓഫ് അസോസിയേറ്റിവിറ്റി ആണ് നമ്മുടെ അസോസിയേറ്റ് ക്യാഷിനകത്ത് പറയുന്നത്. അവിടെ കോൺഫ്ലിക്റ്റ് കുറവാണ്.
കുറവായിരിക്കും, പക്ഷെ എക്സിക്യൂട്ട് ചെയ്യാൻ ഇച്ചിരി സ്ലോവർ ആയിരിക്കും, ഇച്ചിരി ടൈം എടുക്കും എക്സിക്യൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. അതുപോലെ തന്നെ എന്താണ് നമുക്ക് ആ ഒരു 2 വേസ് ഒക്കെ ഡെവലപ്പ് ചെയ്യുന്നുണ്ടോന്ന് തന്നെ എക്സ്പെൻസീവ് ആയിരിക്കും. ബട്ട് എന്താണ് അതിന്റെ ബെനിഫിറ്റ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഒരു മിസ് റേറ്റ് കുറവായിരിക്കും, കോൺഫ്ലിക്റ്റ് എന്ന് പറയുന്ന ഇഷ്യൂസ് സോൾവ് ചെയ്യാൻ പറ്റുന്നു. ഇനി സെറ്റ് അസോസിയേറ്റീവ് കാഷ്യയുടെ മിസ് റേറ്റ് കാൽക്കുലേഷൻ ഉണ്ട്. ഇവിടെ എക്സാമ്പിൾ തന്നിട്ടുണ്ട്, ഒരു അസംബ്ലി കോഡ് തന്നിട്ടുണ്ട്. ആഡ് S0യിലേക്ക് 5 സ്റ്റോർ ചെയ്ത് വെക്കുന്നു, S1ലേക്ക് 0 എടുത്ത് വെക്കുന്നു, ലൂപ്പാണ്. ഈക്വൽ ആവുന്ന സമയത്ത് സ്റ്റോപ്പ് ചെയ്യണം, അതല്ലെങ്കിൽ ലോഡ് ചെയ്യണം. S2ലേക്ക് X4 ഓഫ് S1 നമ്മൾ ആദ്യം പറഞ്ഞ ക്വസ്റ്റ്യൻ തന്നെ, അതായത് S1 എന്ന് പറയുന്ന കണ്ടന്റിലേക്ക് 0x4ലേക്കുള്ള വാല്യൂസിന് എടുത്ത് സ്റ്റോർ ചെയ്യണം, S2ലേക്ക് 0x24 വാല്യൂ എടുത്ത് S4ലേക്ക് സ്റ്റോർ ചെയ്യണം. അപ്പൊ ആദ്യത്തെ കേസിൽ നമുക്ക് സെയിം ക്യാഷ് സെറ്റിലേക്കാണ് വേണ്ടി വന്നത്. പക്ഷെ ഇവിടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നു, ആദ്യം നമ്മൾ എന്ത് ചെയ്യുന്നു, 0x4 കണ്ടന്റ് എടുത്ത് വേ 0യിലേക്ക് സ്റ്റോർ ചെയ്ത് വെക്കും. വേ 0 എന്ന് പറയുന്ന ഈ ഒരു പർട്ടിക്കുലർ സെറ്റ് 1ൽ തന്നെ വേ 0 എന്ന് പറയുന്ന പർട്ടിക്കുലർ ഇതിലേക്ക് സ്റ്റോർ ചെയ്ത് വെക്കുന്നു. അപ്പൊ നമുക്ക് അവിടെ ഹിറ്റ് ആയതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, വാലിഡ് ആയിട്ടുള്ള ഡേറ്റ് 1 കൊടുക്കുന്നു. ഇനി രണ്ടാമത്തെ സിറ്റുവേഷൻ വരുന്നു, 0x24. 0x24 ലോഡ് ചെയ്യുമ്പോഴും സെയിം ക്യാഷ് സെറ്റിലേക്കാണ്, സെറ്റ് 1ലേക്ക് തന്നെയാണ് വരുന്നത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്നു, വേ 1 എന്ന് പറയുന്ന അടുത്ത അസോസിയേറ്റീവ് ക്യാഷിലേക്ക് സ്റ്റോർ ചെയ്ത് വെക്കുന്നു. ആ അസോസിയേറ്റീവ് ക്യാഷിൽ എന്താണ്, ഒരു വാലിഡ് ഡേറ്റ് ആണ്, അതായത് 1 ആണ്. സോ ഈ 2 ഹിറ്റും 1 ആയതുകൊണ്ട് തന്നെ നമുക്ക് ഈ രണ്ട് സംഭവങ്ങളും ക്യാഷിൽ അവൈലബിൾ ആണ്. ആ ക്യാഷിൽ നമുക്ക് റീഡ് ചെയ്തെടുക്കാൻ പറ്റുന്നു. സോ അവിടെ ഒരു കോൺഫ്ലിക്റ്റ് എന്ന് പറയുന്ന ബുദ്ധിമുട്ടുണ്ടാവുന്നില്ല. അതുകൊണ്ട് തന്നെ അവിടെ എന്തായിരിക്കും, മിസ് റേറ്റ് എന്ന് പറയുന്നത് വളരെയധികം കുറവായിരിക്കും. ഇനി ഇവിടെ 0x4 0x24 മെമ്മറി ആക്സസ് ചെയ്യുന്നു, സെറ്റ് 1ലേക്കാണ്. 2 വേസ് ഉള്ളതുകൊണ്ട് തന്നെ ഇതിനെ രണ്ടിനെയും അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റുന്നു ബോത്ത് അഡ്രസ്സസിലും. സോ ഫസ്റ്റ് ലൂപ്പ് ഐറ്ററേഷൻ നടന്നു കഴിയുമ്പോൾ എംപ്റ്റി ക്യാഷ് എന്ത് ചെയ്യുന്നു, ബോത്ത് അഡ്രസ്സസിനെ മിസ് ചെയ്യുന്നു, ബോത്ത് വേർഡ്സിനെയും ഡേറ്റയെയും 2 വേസ് സെറ്റ് ഓഫ് 1ലേക്ക് ലോഡ് ചെയ്യുന്നു. നെക്സ്റ്റ് 4 ഐറ്ററേഷൻസിനകത്ത് ക്യാഷ് ഹിറ്റ് ചെയ്യുന്നു. ഹെൻസ് മിസ് റേറ്റ് എന്ന് പറയുന്നത് 2/10 ആയിരിക്കും, അതായത് 20% ആയിരിക്കും. സോ ഡയറക്റ്റ് മാപ്ഡ് ക്യാഷിന്റെ സെയിം സൈസിലും എക്സാമ്പിളിൽ സെയിം മിസ് റേറ്റ് ആയിരുന്നു, 100% തന്നെയായിരുന്നു ഉദ്ദേശിച്ചത്. സോ ആ ഒരു പ്രോബ്ലം സൊല്യൂഷന്, അതായത് കോൺഫ്ലിക്റ്റ് എന്ന് പറയുന്ന ആ ഒരു പ്രോബ്ലം സൊല്യൂഷന് പോസിബിൾ ആകുന്ന രീതിക്കാണ് എന്തിരിക്കുന്നത്, 2 വേ അസോസിയേറ്റീവ് ക്യാഷ് അല്ലെങ്കിൽ N വേ അസോസിയേറ്റീവ് ക്യാഷസ് ഡെവലപ്പ് ചെയ്തിരിക്കുന്നത്. ഇനി ഒരു മൂന്നാമത്തെ ടൈപ്പ് ഓഫ് അസോസിയേറ്റീവ് ക്യാഷ് ആണ് ഫുള്ളി അസോസിയേറ്റീവ് ക്യാഷ് എന്ന് പറയുന്നത്. ഫുള്ളി അസോസിയേറ്റീവ് ക്യാഷ് എന്ന് പറഞ്ഞാൽ ആക്ച്വലി എന്താണ്, ഒരു സിംഗിൾ സെറ്റ് ഉണ്ടായിരിക്കുള്ളൂ. ആ സിംഗിൾ സെറ്റിനകത്ത് വിത്ത് ബി വേസ്, അതായത് കുറെ അധികം ബ്ലോക്സ് ഉണ്ടായിരിക്കും. ബി എന്ന് പറയുന്നത് എന്താണ്, നമ്പർ ഓഫ് ബ്ലോക്സ് ആണ്. സോ 2 വേ അല്ലെങ്കിൽ ഒരു N അസോസിയേറ്റീവ് ക്യാഷ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു ക്യാഷ് സെറ്റിനകത്ത് നമ്മൾ പറഞ്ഞു 8 ക്യാഷ് സെറ്റുകളുണ്ട്. ആ സെറ്റിൽ ഓരോന്നിലും എന്താണ്, 2 രീതി, 2 വേ ആണെങ്കിൽ 2 എണ്ണം, 3 വേ ആണെങ്കിൽ 3 എണ്ണം, ആ ഒരു 3 വേയിൽ വരുന്ന ക്യാഷസ് ആണ് അലോട്ട് ചെയ്തിരിക്കുന്നത്. എന്നാൽ ഫുള്ളി അസോസിയേറ്റീവ് എന്ന് വെച്ചാൽ അവിടെ ഒരു ഒറ്റ സിംഗിൾ സെറ്റേ ഉണ്ടാവുകയുള്ളൂ, 8 സെറ്റ് ഒന്നും ഉണ്ടാവില്ല. ആ ഒരു സിംഗിൾ സെറ്റിനകത്ത് ബി വേസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എത്ര നമ്പർ ഓഫ് ബ്ലോക്സുകൾ അവിടെ വരുന്നു. ഒരു മെമ്മറി അഡ്രസ്സിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നു, ഏത് വേസിലേക്ക് വേണമെങ്കിലും മാപ്പ് ചെയ്യാൻ പറ്റും. സോ ഫുള്ളി അസോസിയേറ്റീവ് ക്യാഷ് എന്ന് പറയുന്നത് ഒരു ബി വേസ് സെറ്റ് അസോസിയേറ്റീവ് ക്യാഷ് ആണ് വിത്ത് 1 സെറ്റ്. അവിടെ ഒരു സെറ്റേ ഉണ്ടാവുള്ളൂ. ഇത്രയും തന്നെ നമ്മൾ പറഞ്ഞ ക്യാഷസിനകത്തൊക്കെ എന്തായിരുന്നു, 0 മുതൽ 7 വരെയുള്ള 8 സെറ്റുകൾ ഉണ്ടായിരുന്നു. പക്ഷെ ഇവിടെ ഒരു ഒറ്റ സെറ്റേ ഉള്ളൂ. അതുകൊണ്ടാണ് അവിടെ ഒരു ഒറ്റ ഇതിനകത്ത് കാണിച്ചിരിക്കുന്നത്, ഒറ്റ ലൈനിൽ കാണിച്ചിരിക്കുന്നത്. ഇവിടെ വി ടാഗ് ഡേറ്റ, 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 അതെന്താണ്, ഓരോ വേസ് ആണ് അല്ലെങ്കിൽ ഓരോ ബ്ലോക്ക് ആണ്, ഒരു ബ്ലോക്ക് ഓഫ് ക്യാഷ് ആണ്. പക്ഷെ ഇതിനെല്ലാത്തിലും എന്താണ്, ഒരൊറ്റ സെറ്റ്, അതായത് ഒരൊറ്റ ഹൊറിസോണ്ടൽ ലൈൻ മാത്രമേ ഉള്ളൂ, വെർട്ടിക്കൽ ഡിഫറെന്റ് വരുന്നില്ല. സോ ആ ഒരു ഒറ്റ സെറ്റിലാണ് ഇവിടെ എന്ത് ചെയ്യുന്നത്, ഫുള്ളി അസോസിയേറ്റീവ് ക്യാഷ് എന്നുള്ള കൺസെപ്റ്റ് വരുന്നത്. ഇവിടെ എന്താണ്, ഒരു SRM അറിയ ഫുള്ളി അസോസിയേറ്റീവ് ക്യാഷ് ആണ്. അതിനകത്ത് 8 ബ്ലോക്സ് ഉണ്ട്. ഡേറ്റ റിക്വസ്റ്റ് അനുസരിച്ചുകൊണ്ട് 8 ടാഗ് കമ്പാരിസൺസ് മസ്റ്റ് ബി മെയ്ഡ്, ബിക്കോസ് ഡേറ്റ ഇനി ബ്ലോക്കിലാകാൻ ചാൻസസ് ഉണ്ട്. സോ 8:1 എന്നുള്ള ഒരു മൾട്ടിപ്ലെക്സർ ചൂസസ് ദ പ്രോപ്പർ ഡേറ്റ ഇഫ് ഇറ്റ് ഹിറ്റ് ഒക്കേഴ്സ്. ഒരു ഹിറ്റ് ഒക്കർ ചെയ്യുകയാണെങ്കിൽ എന്ത് ചെയ്യുന്നു, ഏത് മൾട്ടിപ്ലെക്സറിലാണ്. ഇപ്പൊ നമ്മൾ ഈ 8 രീതിയിൽ കൊടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞു, ഇവിടെ 8 എണ്ണം കൊടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞു. ഈ വി ടാഗ് ഡേറ്റ ഒരെണ്ണമാണ്, വി ടാഗ് ഡേറ്റ 2, വി ടാഗ് ഡേറ്റ 3, വി ടാഗ് ഡേറ്റ 4, വി ടാഗ് ഡേറ്റ 5. അപ്പൊ നമ്മൾ എത്ര ബ്ലോക്ക് അല്ലെങ്കിൽ എത്ര ബി സെറ്റ് കൊടുക്കുന്നുണ്ടോ ആ സെറ്റിന് എല്ലാത്തിനും ഒരു മൾട്ടിപ്ലെക്സറിന് കൊടുക്കണം. അതായത് ഈ വി എന്ന് പറയുന്ന വാലിഡ് ഡേറ്റ എന്ന് പറയുന്ന ആ ഒരു ബിറ്റിനകത്ത് 1 ആണെങ്കിൽ അത് നമുക്ക് ക്യാഷിൽ നിന്ന് റീഡ് ചെയ്യാൻ പറ്റിയെന്നാണ് പറയുന്നത്. സോ ആ വാല്യൂനെ എടുത്തുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, ആ ഒരു പർട്ടിക്കുലർ മൾട്ടിപ്ലെക്സറിൽ വെച്ച് കമ്പാരിസൺ നടത്തിയിട്ട് ആ ഒരു ഡേറ്റ ഹിറ്റ് ആണെങ്കിൽ അതിനെ റീഡ് ചെയ്യുന്ന രീതിക്കാണ് നമ്മൾ അതിനെ അസൈൻ ചെയ്തിരിക്കുന്നത്. സോ ഫുള്ളി അസോസിയേറ്റീവ് ക്യാഷസ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഫ്യൂവസ്റ്റ് കോൺഫ്ലിക്റ്റേ ഉണ്ടാവുകയുള്ളൂ. ബിക്കോസ് മിസ്സസ് എന്തായിരിക്കും, ഗിവൻ ക്യാഷ് കപ്പാസിറ്റി കുറവായിരിക്കും. പക്ഷെ അത് മോർ ഹാർഡ്വെയർ വേണ്ടി വരുന്നു ഫോർ അഡീഷണൽ ടാഗ് കമ്പാരിസൺസ്. ദർ ബെസ്റ്റ് സ്യൂട്ടഡ് ടു റിലേറ്റീവ്ലി സ്മോൾ ക്യാഷസ് ബിക്കോസ് ഓഫ് ദ ലാർജ് നമ്പർ ഓഫ് കമ്പാരിറ്റേഴ്സ്. ഇത് ആക്ച്വലി എന്താണ്, നമുക്ക് ഒരു പെട്ടെന്ന് ലൈക്ക് എന്താണ്, ഫ്യൂവസ്റ്റ് കോൺഫ്ലിക്റ്റ് ആണ്, മിസ് റേറ്റ് കുറവാണ്, ആ ഒരു കൺസെപ്റ്റിലേക്ക് ഉപയോഗിക്കാൻ പറ്റും. പക്ഷെ ഇതിനുള്ള നെഗറ്റീവ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവിടെ നമുക്ക് എന്താണ്, കൂടുതൽ കമ്പാരിറ്റേഴ്സും കൂടുതൽ മൾട്ടിപ്ലെക്സേഴ്സും ഒക്കെ നമുക്ക് വേണ്ടി വരുന്നു. സോ മോർ ഹാർഡ്വെയർ കമ്പോണൻസ് റിക്വയർ ആയിട്ട് വരുന്നു.
സോ ഇത്തരം കാര്യങ്ങളാണ് ഒരു ഫുള്ളി അസോസിയേറ്റീവ് ക്യാഷിനെ കുറിച്ച് പറയാനുള്ളത്. ഇനി നമുക്ക് പിന്നെ നമ്മൾ ആദ്യമായിട്ട് പറഞ്ഞ എന്തായിരുന്നു, ഡയറക്റ്റ് മാപ്ഡ് ക്യാഷ് എന്ന് പറയുന്ന കൺസെപ്റ്റ് ആയിരുന്നു. ഡയറക്റ്റ് മാപ്ഡ് ക്യാഷ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു ക്യാഷ് സെറ്റ് ഡിഫൈൻ ചെയ്തിട്ടുണ്ടാവും. 0 മുതൽ 7 വരെ വരുന്ന 8 സെറ്റുകളാണ്. ആ ക്യാഷ് സെറ്റുകളിലേക്ക് മെമ്മറിയിലെ അഡ്രസ്സുകൾ വെച്ച് മാപ്പിംഗ് നടത്തിയിരിക്കുകയാണ്. ഓരോ സെറ്റ് ബിറ്റ് എന്ന് പറയുന്ന കൺസെപ്റ്റ് അനുസരിച്ചാണ് ഇത് ഏത് ക്യാഷ് സെറ്റിലേക്കാണ് ബിലോങ് ചെയ്യുന്നതെന്ന് പറയുന്നത്. ആ ഒരു കൺസെപ്റ്റ് പറയുക. പിന്നെ എന്താണ്, നമ്മൾ ക്യാഷ് സെറ്റ് ബിറ്റ്സിനെ സംബന്ധിച്ചിടത്തോളം അവിടെ 2 വേർഡ് ബിറ്റ് ബൈറ്റ് ഓഫ് സെറ്റുകൾ ഉണ്ട്. അതിന്റെ വേർഡ് ഡേറ്റ എന്താണ് ഹോൾഡ് ചെയ്യുന്നത്. അതിന് മുന്നുള്ള 3 ബിറ്റ് എന്ന് പറയുന്നത് സെറ്റ് ബിറ്റുകളാണ്. അതിന് മുന്നുള്ള 27 ബിറ്റുകൾ എന്ന് എന്താണ്, അതിന്റെ മോസ്റ്റ് സിഗ്നിഫിക്കന്റ് ബിറ്റുകൾ എന്ന് പറയുന്നത് അതിന്റെ മെമ്മറി അഡ്രസ്സിനെ അല്ലെങ്കിൽ ആ ഡേറ്റയുടെ അഡ്രസ്സിനെ പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ്. സോ അതിനെല്ലാത്തിനും നമ്മൾ എന്ത് ചെയ്യുന്നു, ഏത് സെറ്റ് ബിറ്റിനും അനുസരിച്ചുകൊണ്ട് നമ്മൾ ഏത് ക്യാഷ് സെറ്റ് ആണ് ഐഡന്റിഫൈ ചെയ്യുന്നത് അതിനകത്തേക്ക് മാപ്പ് ചെയ്ത് വെക്കുന്നു. അങ്ങനെ മാപ്പ് ചെയ്യുന്ന ആ ഒരു കൺസെപ്റ്റിനെയാണ് ഡയറക്റ്റ് മാപ്ഡ് ക്യാഷ് എന്ന് വിളിക്കുന്നത്. ഈ ഡയറക്റ്റ് മാപ്ഡ് ക്യാഷിനെ സംബന്ധിച്ചിടത്തോളം ഒരു ഡിഫിക്കൽട്ടി, നമ്മൾ ആദ്യം ആക്സസ് ചെയ്ത് വെക്കുന്ന സാധനത്തിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, ആ ഒരു സെറ്റിലേക്ക് സ്റ്റോർ ചെയ്ത് വെക്കും. രണ്ടാമത് ആക്സസ് ചെയ്യുന്നത് ഓട്ടോമാറ്റിക്കലി സെറ്റിലേക്ക് വരുന്ന സമയത്ത് പ്രീവിയസ്ലി സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്നതിനെ എവിക്ട് ചെയ്ത് കളയുന്നു. സോ ആ ഒരു സൊല്യൂഷൻ, അതിനൊരു സൊല്യൂഷൻ എന്നുള്ള രീതിക്കാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ അസോസിയേറ്റീവ് ക്യാഷ് എന്നുള്ളൊരു കൺസെപ്റ്റ് കൊണ്ടുവരുന്നത്. അസോസിയേറ്റീവ് ക്യാഷ് എന്ന് പറഞ്ഞാൽ ഒരു ക്യാഷ് ലൈക്ക് എന്താണ്, നമുക്കൊരു ക്യാഷിനകത്ത് ആക്ച്വലി എന്താണ്, ഒരു വാലിഡ് ബിറ്റ് ഉണ്ടാകും, ഒരു ടാഗ് ഉണ്ടാകും, ഒരു ഡേറ്റ ബിറ്റ് ഉണ്ടാകും. ഈ വാലിഡ് ബിറ്റ് എന്നുള്ള കൺസെപ്റ്റ് 1 ആവുന്ന സമയത്ത് നമുക്ക് അവിടെ ഒരു ഡേറ്റ ഹിറ്റ് നടന്നോ, അല്ലെങ്കിൽ ആ ക്യാഷിൽ ആ ഡേറ്റ സ്റ്റോർ ചെയ്തിട്ടുണ്ട്, നമുക്ക് അതിനെ റീഡ് ചെയ്യാൻ പറ്റുന്ന ഒരു കൺസെപ്റ്റ് ഒക്കെ വരുന്നുണ്ട്. സോ അസോസിയേറ്റീവ് ക്യാഷിനെ സംബന്ധിച്ചിടത്തോളം ഒരു സെറ്റിൽ തന്നെ, ഒരു ക്യാഷ് സെറ്റിൽ തന്നെ മൾട്ടിപ്പിൾ വേസ് ഉണ്ടാകും, അല്ലെങ്കിൽ മൾട്ടിപ്പിൾ ബ്ലോക്സ് വെച്ചെടുക്കും ആഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഓരോ ടൈപ്പ് ഒരു സെയിം ക്യാഷ് സെറ്റിൽ തന്നെ ബിലോങ് ചെയ്ത് വന്നാൽ നമുക്ക് അതിന് ആ മൾട്ടിപ്പിൾ ബ്ലോക്സിലേക്ക് മാപ്പ് ചെയ്യാൻ പറ്റുന്നു. അതാണ് അസോസിയേറ്റീവ് എന്ന് പറയുന്നത്. അസോസിയേറ്റിവിറ്റി അതിന്റെ N വേ ഉണ്ടാവും, 2 വേ ഉണ്ടാവും. അത് ഏത് എത്ര വേസ് ആണോ ഉപയോഗിക്കുന്നത് അതിനെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടാണ്. ഒരു വേസിനകത്ത് ഒരു വാലിഡ് ബിറ്റ് അല്ലെങ്കിൽ ഒരു ടാഗ് ബിറ്റ്, ഒരു ഡേറ്റ ബിറ്റ്, ഈ 3 കണ്ടന്റുകളാണ് വരുന്നത്. അതിനുശേഷമാണ് ഫുള്ളി അസോസിയേറ്റീവ് എന്നുള്ള ക്യാഷ് വന്നത്. ഫുള്ളി അസോസിയേറ്റീവ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരു ക്യാഷ് സെറ്റേ ഉള്ളൂ. ഇത്ര നമ്മൾ പറയുന്നത് 0 മുതൽ 7 വരെ 8 ക്യാഷ് സെറ്റ് ഉണ്ടായിരുന്നു. പക്ഷെ ഇതൊരു ക്യാഷ് സെറ്റ് ഉള്ള, ആ ക്യാഷ് സെറ്റിൽ 8ഓളം അല്ലെങ്കിൽ 9ഓളം എത്രത്തോളം നമ്മുടെ ഈ ബ്ലോക്ക് ബേസുകൾ ഉണ്ടാകും. ആ ബ്ലോക്ക് ബേസുകളെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടാണ് ഫുള്ളി അസോസിയേറ്റീവ് ക്യാഷ് വർക്ക് ചെയ്യുന്നത്. ഇതിന്റെ ഒരു നെഗറ്റീവ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കൂടുതൽ ആയിട്ടുള്ള ഹാർഡ്വെയർ കമ്പോണൻസ് നമുക്ക് ആവശ്യമായിട്ട് വരുന്നു, കൂടുതൽ മൾട്ടിപ്ലക്സേഴ്സ് കമ്പാരിസൺസ് വേണ്ടിയിട്ട് ഉപയോഗിക്കേണ്ടി വരുന്നു. അങ്ങനെയുള്ള സെനാരിയോസിൽ ഈ ഒരു ഡിഫിക്കൽട്ടി യൂസ് ആണ് എങ്കിൽ കൂടിയും നമുക്ക് ആ ഒരു സ്ലോവർ ആണ് ആ ഒരു കൺസെപ്റ്റ് നോക്കുമ്പോൾ. അതല്ലാത്തൊരു കേസിനകത്ത് ഇപ്പോൾ നമുക്ക് എക്സാമ്പിൾ കൂടുതൽ മാപ്പിംഗ് പോസിബിലിറ്റി ഉണ്ടെങ്കിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് ഫുള്ളി അസോസിയേറ്റീവ് ക്യാഷ് എന്നുള്ള കൺസെപ്റ്റ്. ഇത്രയാണ് ഒരു ക്യാഷിൽ ആ ഒരു ഡയറക്റ്റ് മാപ്ഡ് ക്യാഷ് ആ ഒരു കൺസെപ്റ്റിനകത്ത് അല്ലെങ്കിൽ ആ ഒരു ടോപ്പിക്കിനകത്ത് വരുന്നത്. സോ അവിടെ ബൈറ്റ് ഓഫ് സെറ്റ് എന്താണ്, ടാഗ് എന്താണ്, അല്ലെങ്കിൽ എന്താണ് ഒരു ഡയറക്റ്റ് മാപ്ഡ് എന്താണ്, ഒരു സെറ്റ് അസോസിയേറ്റീവ് എന്താണ്, ഒരു ഫുൾ അസോസിയേറ്റീവ് എന്താണ്, ഇവ കാര്യങ്ങളൊക്കെ അറിഞ്ഞിരിക്കണം. അപ്പൊ കപ്പാസിറ്റി എന്താണ്, അതിന്റെ ബ്ലോക്ക് സൈസ് എന്താണ്, നമ്പർ ഓഫ് ബ്ലോക്ക് എന്താണ്, ആ കാര്യങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഒക്കെ ഈ ഒരു കൺസെപ്റ്റ് പെട്ടെന്ന് ഈസിലി ഓക്കെ ആവും. ഇനി നമുക്ക് അടുത്ത ടോപ്പിക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ തുടങ്ങിയാൽ പോരെ.